രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഭഗവാന്റെ കാരുണ്യാതിരേകം ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലെ കൃഷ്ണ സ്മരണകൾ ഒരു ദിവസമായിട്ട് അനുസ്മരിക്കാൻ, അനുഭവിക്കാൻ, ആസ്വദിക്കാനുള്ള ഭഗവാൻ അനുഗ്രഹം തന്നിരിക്കുന്നു. ഇവിടെ ഭഗവാന്റെ കഥകൾ പറയാനുള്ള ഏറ്റവും വലിയ ഭാഗ്യം ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയായി ഭഗവത് സബര്യ നടത്താൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ സ്മരണയോടുകൂടി മാത്രമേ ഏതൊരു പ്രഭാഷണവും അല്ലെങ്കിൽ ഏതൊരു കീർത്തനവും ചൊല്ലി സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. വൈശാഖമാസത്തിലെ ഏകാദശി കൂടിയാണ് ഇന്ന്. വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഭഗവാന്റെ ഏകാദശി, ഗുരുവായൂർ ഏകാദശി. ആ ഗുരുവായൂർ ഏകാദശി സ്മരണയോടുകൂടി നമുക്ക് കൃഷ്ണ കഥ ആരംഭിക്കാം. എനിക്കുമെത്തിയിടേണം കണ്ണ നിന്നുടെ സന്നിധിയിൽ, ഏറിയിടും ഹരിഭക്തിയുമായി ഏകാദശി നാളിൽ. എന്നിലെ അജ്ഞാനത്തിനിരുട്ടോ നീയേ നീക്കേണം, ഏറിയിടും നിൻ കരുണാദീപം എന്നിൽ തെളിയേണം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല, ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല. എല്ലാ ഭക്തജനങ്ങളും ഇവിടെ വന്നു തൊഴുന്നുണ്ടേ, ഏകാദശിയുടെ പുണ്യം ഹൃത്തിൽ ചേർത്തിടുന്നുണ്ടേ. എണ്ണാനാകാസംഗീതജ്ഞർ പാടിയിടുന്നുണ്ടേ, എന്തൊരു ഭക്തി എല്ലാവർക്കും സുന്ദര സംഗീതം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല, ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല. എനിക്കുമവിടെ എത്താനായി എന്തൊരു സൗഭാഗ്യം, എനിക്കുമവിടെ പാടാനായി ഈശ്വരകാരുണ്യം. എങ്കിലും എൻ്റെ മനസ്സിൽ മോഹം വിടർന്നു നിൽക്കുന്നു, എന്നെങ്കിലും ഒരു വട്ടം കൂടി പൂജകനായിടാൻ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല, ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല. ഏഴാനകളോ ശീവേലിക്കായി ഒരുങ്ങി നിൽക്കുന്നു, ഏഴകൾ തന്നുട തോഴൻ ശ്രീഹരി പുഞ്ചിരി തൂകുന്നു. ഏഴു സ്വരങ്ങൾ കർണപുടത്തിൽ മോദം പെയ്യുന്നു, ഏഴു നിറങ്ങൾ മഴവില്ലായി മാനത്തുണരുന്നു. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല, ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല. എന്നുടെയുള്ളിൽ കേശവനാന തിടമ്പുയർത്തുന്നു, എന്നുടെയുള്ളിൽ അർജുനസൂതൻ ഗീത നിറയ്ക്കുന്നു.
എന്നുടെ ഹൃദയ ശ്രീകോവിലായി എന്നും മിന്നേണേ. ഏണാക്ഷികള ഗോപികളെ പോൽ ഭക്തിയുറക്കേണേ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല. ഗോവിന്ദ ഹരി ഹരി ഗോപി ഗോപാല. എവിടെയും എപ്പോഴും ഏതിലുമെന്നും എന്നിൽ തോന്നേണം. ഏകമതാകിയ സത്യം നീയേ എന്നതു ശ്രീകൃഷ്ണ. എന്നിലെ പാപമതെല്ലാം കണ്ണ നിന്നുടെ നാമത്താൽ എരിഞ്ഞു തീരുക വേണം നിത്യം കർപ്പൂരം പോലെ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല. എന്നിലെ ജ്ഞാനങ്ങില്ലാതായാൽ നിന്നെ അറിഞ്ഞിടാം എന്നൊരു സത്യം അറിയുന്നു ഞാൻ. എങ്കിലും എന്നുള്ളിൽ ഏറിയിടുന്ന വികാര വിചാര ശതങ്ങളെ നീക്കിടാൻ ഏറിയിടും കൃപയേകണമെന്നുടെ ഗുരുവായൂരപ്പ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല. 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 ഗോപി ഗോപാല. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഏതദന്യച്ച സർവം മേ മുനേ കൃഷ്ണവിചേഷ്ടിതം. വക്തുമർഹസി സർവജ്ഞ ശ്രദ്ധാനായ വിസ്തൃതം. പരീക്ഷിത്ത് ശ്രീ ശുബ്രഹ്മർഷിയുടെ അടുത്ത് പറയുന്നത് അതാണ്. ശ്രദ്ധയോടുകൂടിയിരിക്കുന്ന എനിക്ക് ആ കൃഷ്ണകഥകൾ, ഏതൊക്കെ കൃഷ്ണകഥകളുണ്ടോ അത് മുഴുവൻ പറഞ്ഞു തരണേ എന്ന് പറയുമ്പോഴാണ് കൃഷ്ണാവതാര രംഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അവിടെ മധുരയിൽ നിന്നും അമ്പാടിയിലേക്ക് എത്തുന്ന കണ്ണനാമുണ്ണി, മധുരയിൽ ഭഗവാന്റെ അവതാര രംഗത്തെ അറിയിക്കുന്ന ചുമതല സാക്ഷാൽ യോഗമായ ദേവിക്കാണ്. ദേവകിക്ക് കുഞ്ഞു പിറന്നു എന്നറിഞ്ഞ് ക്രോധാവേശിതനായി അതിലേറെ ഭയത്തോടുകൂടി വന്നെത്തിയ കംസനോട് ദേവകി പറഞ്ഞു, ഈ പെൺകുട്ടിയെങ്കിലും എനിക്ക് വളർത്താനായിട്ടുള്ള ഒരു അനുവാദം തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ സ്നുഷയാവേണ്ടവളാണ്, അങ്ങയുടെ പുത്രഭാര്യ ആവേണ്ടവളാണ് ഈ പെൺകുട്ടി. 6 ഉണ്ണികളെ അങ്ങ് നിഷ്കരുണം കൊലപ്പെടുത്തി, ഇവളെയെങ്കിലും വളർത്താനായിട്ടുള്ള അവസരം തരണേ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും കൂട്ടാക്കിയില്ല. കംസൻ ആ പെൺകുട്ടിയുടെ കാലിൽ കടന്നു പിടിച്ചു, വലിച്ചു താഴെ. മുമ്പ് 6 ഉണ്ണികളെ എങ്ങനെയാണോ കൊലപ്പെടുത്തിയത് അതേപോലെ നിലത്ത് ആഞ്ഞടിച്ചതും സാ തദ്ഹസ്താൽ സമുൽപത്യ സദ്യോ ദേവി അംബരം ഗത. ആകാശവീതിയിലേക്ക് ഉയർന്നു പൊങ്ങി ദേവി. എന്നിട്ടോ 8 തൃക്കൈകളിൽ 8 ആയുധങ്ങളുമായി ദിവ്യസ്ര ഗംഭരാലേപ രത്നാഭരണ ഭൂഷിത ധനുശൂലേഷു ചർമാസി ശംഖചക്ര ഗദാധര. പാറമേൽ ആഞ്ഞടിക്കാൻ പുറപ്പെട്ട ദേവി പാറമേൽക്കാവിലമ്മയെ പോലെ നിരവധി അഭിധാനങ്ങളോടുകൂടി നമ്മുടെ കൊടിക്കാട്ടുകാവിലമ്മയായി പലയിടത്തും പല രൂപത്തിൽ പല ഭാവത്തിൽ അനുഗ്രഹം നൽകിക്കൊണ്ടിരിക്കും. കംസനും ദേവി അനുഗ്രഹം കൊടുത്തു. ജിഖാംസയാബി, കൊല്ലാൻ വേണ്ടിയിട്ടാണെങ്കിലും കംസൻ അമ്മയുടെ പാദം പിടിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് കംസനോട് പറഞ്ഞത്, കംസ നിന്റെ അന്തകൻ എവിടെയോ ഒരു സ്ഥലത്ത്
പിറന്നു കഴിഞ്ഞു, അന്വേഷിച്ച് കണ്ടുപിടിക്ക്. പിന്നെ കംസന് ചിന്ത അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എവിടെയാണ് തൻ്റെ അന്തകൻ എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന കംസൻ. ഇവിടെ ആ കംസൻ തൻ്റെ അന്തകനെ തേടി പലരെയും ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നു, പ്രലംബൻ, ഭഗൻ, ചാണൂരൻ, തൃണാവർത്തൻ, അഘാസുരൻ, മുഷ്ടികൻ, അരിഷ്ടൻ, ദ്വിവിധൻ, കേശി, പൂതന, ധേനുകൻ, ഈ 11 പേരെയും പല സമയത്തായി പറഞ്ഞയക്കുന്നത് കാണാം. 11 പേർക്കും 14 ലോകങ്ങളുടെയും നാഥനായ ഭഗവാനിൽ നിന്ന് വധമുണ്ടായി, അല്ലെങ്കിൽ മോക്ഷം കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ കംസൻ ആദ്യം തന്നെ ദേവി പറഞ്ഞു, നിന്റെ അന്തകൻ എവിടെയോ പിറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ദേവകീ വസുദേവന്മാരുടെ കാക്കൽ വീണ് നമസ്കരിച്ചു. അഹോ ഭഗിന്യ അഹോ ഭാമ മയാവാം ബതപാത്മന പുരുഷാദൈ വാപത്യം ബഹവോ ഹിംസിതാ സുത. നിങ്ങളുടെ അനേകം സന്താനങ്ങളെ എനിക്ക് കൊല്ലേണ്ടി വന്നു. ഒരു രാക്ഷസൻ സ്വന്തം കുട്ടികളെ കൊല്ലണത് പോലെയാണ് ഞാൻ. എൻ്റെ കുട്ടികളെ പോലെ തന്നെയാണല്ലോ ദേവകിയുടെ കുട്ടികളും. ദേവിയുടെ പാദം പിടിച്ചതോടുകൂടി കംസനിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ്. ഏതായാലും ഇങ്ങനെയൊക്കെ കുറേശ്ശെ പറയാറെങ്കിലും ആയല്ലോ, മനസ്സിൽ അത്രയൊന്നും വന്നിട്ടല്ല. ഏതായാലും കംസൻ ദേവകീ വസുദേവന്മാരെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ചു. സാധാരണ രീതിയിൽ ആളുകൾ ഒക്കെ പറയുന്നത് പോലെ അവരവരുടെ ആവശ്യത്തിന് അവരൊക്കെ ദാനം, ധർമ്മം, ഇതിനെയൊക്കെ അവരുടെ രീതിയിലേക്ക് അവർ വളച്ചൊടിക്കാറുണ്ട്. കംസനും ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്, നിങ്ങളുടെ കുട്ടികളെ ഞാൻ കൊന്നു എന്നുള്ളത് ശരിയാണ്, ഞാനൊരു നിമിത്തമായത് മാത്രമേ ഉള്ളൂ, ഈശ്വരന്റെ സങ്കല്പമാണ്, ഇവർക്ക് അത്രേ ആയുസ്സുള്ളൂ, ഞാൻ അതിനൊരു നിമിത്തം മാത്രം, എന്നോട് നിങ്ങൾ ക്ഷമിക്കണേ എന്ന് പറയുന്നു. അങ്ങനെ അവരെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ചു. പിന്നെയാണ് തൻ്റെ മന്ത്രിമാര്, നേരത്തെ പറഞ്ഞില്ലേ, പ്രലംബൻ തുടങ്ങിയവരെ വിളിച്ച് ഇനി എന്തു വേണം എന്ന് ആലോചിക്കുക. വിഷ്ണുവിൻ്റെ ശക്തി കുറയാനുള്ള പ്രവർത്തികൾ അത് ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്ക് കഴിയുമെങ്കിൽ ഈ 10 ദിവസത്തിനുള്ളിൽ പിറന്ന കുട്ടികളെ കൊല്ലുക. അപ്പോൾ അതിൽ ഈ വിഷ്ണുവും പെടും. അങ്ങനെ ഒരു സൂത്രം അവര് വിചാരിക്കണു. ഏതായാലും അതിനായി തെരഞ്ഞെടുത്തത് പൂതന, ലോകബാലഗ്നി, രാക്ഷസി, രുധിരാശന. പൂതന എന്ന ആ രാക്ഷസിയെയാണ് അതിനായിട്ട് തെരഞ്ഞെടുത്തത് എന്ന് പറയുന്നു. ഏതായാലും പൂതന അവിടുന്ന് കുട്ടികളെ കൊല്ലാനായിട്ട് തീർച്ചപ്പെടുത്തി ഇറങ്ങി പുറപ്പെട്ടു. അപ്പൊ അവള് അതിസുന്ദരിയായി കാമരൂപിണിയും കാമചാരിണിയുമാണ് പൂതന. അതുകൊണ്ട് കുട്ടികളെ കൊല്ലുന്ന ചുമതല ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവളിതാ ഗോകുലങ്ങളില്, പുരങ്ങളില്, വ്രജങ്ങളില് ഓരോ സ്ഥലത്തും ചെന്ന് കുട്ടികളെ എടുക്കുക, അവർക്ക് സ്തനം കൊടുക്കുക, മുല കൊടുക്കുക എന്നാണ്. നതു സ്തന്യം, അവൾക്ക് കൊടുക്കാനായിട്ട് മുലപ്പാലില്ല. പക്ഷേ അവൾ മുല കൊടുക്കുന്നതിലൂടെ കുട്ടികളെ കൊല്ലാനായിട്ട് തുടങ്ങി. മുകുന്ദൻ ഈ വിവരം അറിഞ്ഞു. മുക്തിം ദദാതി ഇതി മുകുന്ദഃ. എങ്കിൽ ഇവൾക്ക് മുക്തി കൊടുക്കാം എന്ന് ഭഗവാൻ വിചാരിച്ചു. അവൾ ഉദ്ദേശിക്കുന്ന മുക്തിയല്ല, ഈ ലോകത്തുനിന്ന് തന്നെ ഒരു മുക്തി. അവൾ ഉദ്ദേശിക്കുന്നത് കൃഷ്ണനിൽ നിന്ന് മുക്തി കിട്ടണം എന്നാണ്. കൃഷ്ണനിൽ നിന്ന് മുക്തി കിട്ടണം എന്നവൾ ആഗ്രഹിച്ചത്, കൃഷ്ണനിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണ് ആഗ്രഹിച്ചതെങ്കിൽ കൃഷ്ണനിലേക്കുള്ള മുക്തിയാണ് കൊടുക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഭഗവാൻ ചരാചരാത്മാസ നിമീലിതക്ഷണ കണ്ണടച്ചു കിടന്നത്. 6 ദിവസമേ ആയിട്ടുള്ളൂ. ഇതുവരെ കണ്ണടച്ചിട്ടില്ല കുട്ടി, ആരും കണ്ടിട്ടുമില്ല. എല്ലാവരും കാണാൻ വരുന്ന സമയത്ത് കണ്ണ് തുറന്നു കിടക്കുന്ന ഉണ്ണിയെ കണ്ട് അത്ഭുതത്തോടു കൂടിയാണ് അവർ പരസ്പരം ആ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചത്. കണ്ണു തുറന്നു കിടക്കുക മാത്രമല്ല, ആ കുട്ടിയുടെ മുഖത്ത് ഒരു മന്ദസ്മിതം എപ്പോഴും ഉള്ളതുപോലെ എല്ലാവർക്കും തോന്നും. അതുകൊണ്ട് തന്നെ ഉണ്ണിയെ കണ്ടിട്ട് തിരിച്ചു പോകാൻ ആർക്കും തോന്നുന്നില്ല. അവർ പരസ്പരം ഈ കഥകൾ പങ്കുവെക്കുകയും അവർ പാലുകൊണ്ടും തൈര് കൊണ്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തലേക്കൂടെ ഒഴിക്കലൊക്കെ ഉണ്ടായി. നവനീത ഇഷ്ട, അതേപോലെ വെണ്ണ എടുത്ത് അങ്ങോട്ടും കൂടെ എറിയുക. അവരുടെ ആനന്ദം അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഗോരസങ്ങളെ കൊണ്ട് ഗോപാലന്മാരും ഗോപികമാരും പരസ്പരം ഈ ഗോപകുമാരനായിരിക്കുന്ന ഭഗവാന്റെ ജന്മോത്സവം ഗംഭീരമായിട്ട് ആഘോഷിച്ചു. എല്ലായിടത്തും ആനന്ദം. പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, അതേപോലെ തന്നെ മഞ്ഞൾ എണ്ണയിൽ ചേർത്ത് അതുകൊണ്ട് പശുക്കളെയും കാളകളെയൊക്കെ നല്ലപോലെ തേച്ചു മിനുക്കി
അവർ വരികയാണ്. അവർ വരുമ്പോൾ അവർ ഗോപാല ഗോപാല എന്നിങ്ങനെ വിളിച്ച് ആനന്ദത്തോടുകൂടി അവർ വരുന്നു ഉണ്ണിയെ കാണാൻ. നന്ദനന്ദന ഗോപാല, നന്ദനന്ദനായി യശോദാപുത്രനായി ഇതാ ഒരു ഉണ്ണി പിറന്നേക്കുന്നു. ഉണ്ണി ഉണ്ടാവുമെന്ന് വിചാരിച്ചതല്ല, ഈ പ്രായമായ കാലത്തും ഭഗവാന്റെ പ്രത്യേകമായ അനുഗ്രഹം കിട്ടിയേക്കുന്നു. അതുകൊണ്ടാണ് യശോദയ്ക്കും നന്ദഗോപർക്കും ഒരു ഉണ്ണി പിറന്നത്. നമ്മളെ രക്ഷിക്കാൻ, നമ്മുടെ സംരക്ഷണത്തിനായി ഒരു ഉണ്ണി പിറന്നിരിക്കുന്നു. അപ്പൊ രാജാവിനെ കാണാൻ വരുമ്പോൾ, ഈശ്വരനെ കാണാൻ വരുമ്പോൾ, കുട്ടികളെ കാണാൻ വരുമ്പോൾ ഒക്കെ എന്തെങ്കിലും കാഴ്ചദ്രവ്യമായിട്ട് സമർപ്പിക്കണം. വെറും കൈയോടെ പോകാൻ പാടില്ല. ക്ഷേത്രത്തിൽ പോകുമ്പോൾ, ഗുരുനാഥനെ കാണാൻ പോകുമ്പോൾ, കുട്ടികളെ കാണാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇവരും അതെ പല സാധനങ്ങളും കൊണ്ടുവന്നു, അതൊക്കെ സമർപ്പിക്കണു. എന്നാൽ അവർക്ക് പോകാനായിട്ട് തോന്നുന്നില്ല, തിരിച്ചു പോകാനായിട്ട് എത്രയായിട്ടും തോന്നുന്നില്ല. അവിടെ തന്നെ ഇങ്ങനെ ചുറ്റിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവര് ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ നന്ദനന്ദനെ പിരിഞ്ഞാനുള്ള വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പോവാതിരിക്കാൻ നിവൃത്തിയില്ല. മധുരയിൽ പോണം, കംസന് കപ്പം കൊടുക്കണം. നന്ദഗോപുരൻ അവിടുന്ന് ഇതാ പുറപ്പെട്ടു. ചില ഗോപാലന്മാരെ ഗോകുലത്തിന്റെ രക്ഷയൊക്കെ ഏൽപ്പിച്ച് അവിടുന്ന് ഇതാ യാത്രയായി. ഇവിടെ കരമാർഗം നന്ദഗോപുര അങ്ങോട്ട് പോയപ്പോ ആകാശമാർഗം ഒരാള് ഇങ്ങോട്ട് വന്നു എന്നാണ്. സാഘേചര്യേകതോപേത്യ പൂതന നന്ദഗോകുലം. ആകാശത്തുകൂടി സഞ്ചരിക്കുന്ന പൂതന കാമചാരിണിയാണ്, കാമരൂപിണിയാണ്. അതിസുന്ദരിയായിട്ടാണ് അവളുടെ വരവ്. ആളുകൾ, ആ ഗോകുലത്തിലുള്ള ആളുകളൊക്കെ വിചാരിച്ചു അത്ര ഈ വരുന്നത് സാക്ഷാൽ ലക്ഷ്മി ഭഗവതി തന്നെയാണ് എന്നൊക്കെ അവർക്ക് തോന്നി. അങ്ങനെ ആ കുട്ടികൾ എവിടെയാണ് കിടക്കണത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ദാ ഈ മുറിയിലാണ്. യശോദാമ്മ കാണിച്ചു കൊടുത്തു. അപ്പൊ 2 കുട്ടികൾ അവിടെ കിടക്കുന്നുണ്ട്. ഒരു കുട്ടി കറുത്തിട്ടാണ്, ഒരു കുട്ടി വെളുത്തിട്ടാണ്. വെളുത്ത കുട്ടി കണ്ണ് തുറന്നാണ് കിടക്കണത്, കറുത്ത കുട്ടി കണ്ണടച്ചിട്ടാണ് കിടക്കുന്നത്. പൂതനെ നോക്കുമ്പോ ചരാചരാത്മാസ നിമീലിതേക്ഷണ, ഭഗവാൻ കണ്ണടച്ചു കിടക്കണം. പൂതനയ്ക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഈ കണ്ണടയ്ക്കുന്നത് എന്ന്. ഒരിക്കലും കണ്ണടയ്ക്കാത്ത ആളാണ്. അപ്പോ പൂതനയെ കാണണ്ട എന്ന് വിചാരിച്ച് ഭഗവാൻ കണ്ണടച്ചു അത്രേ. പല പല വ്യാഖ്യാനങ്ങൾ സജ്ജനങ്ങൾ പറയാറുണ്ട്. ഭാഗവതം ചരാചരാത്മാസന മേലിദക്ഷണ എന്ന് മാത്രം പറയുമ്പോ സജ്ജനങ്ങൾ അതിനെ വ്യാഖ്യാനിക്കണു. ഇവൾ അവിദ്യയാണ്, ഇവളെ എനിക്ക് കാണണ്ട, ഇവളെ ഞാൻ സ്നേഹപൂർവം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവളൊരു ഗോപികയായി ഇവിടെ മാറും. അങ്ങനെ അൻപോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ ഇവളൊരു ഗോപികയാവും. തൻ്റെ കോപത്തിന്റെ അമ്പ് ഇവൾക്ക് നേരെ അയച്ചാൽ ഇവളൊരു പിടി ഭസ്മമാവും. അത് രണ്ടും വേണ്ട. പിന്നെയോ ഇവളെ ഏതു വഴി പറഞ്ഞയക്കണം? ഈ 2 വഴിയും ഭഗവാന്റെ കണ്ണുകൾ എന്ന് പറഞ്ഞ സൂര്യചന്ദ്രന്മാരാണ്. സൂര്യഗതി, ചന്ദ്രഗതി, 2 വഴിയിലൂടെയാണ് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കുക. ഇത് രണ്ടും വേണ്ട, ഒരു പുതിയ വഴി കണ്ടുപിടിക്കാം എന്ന് ഭഗവാൻ തീർച്ചപ്പെടുത്തി. അതുകൊണ്ട് ഭഗവാൻ കണ്ണടച്ചു. ഇവളെ എങ്ങനെ കൊല്ലണമെന്ന് ആലോചിച്ച് ഭഗവാൻ കണ്ണടച്ചു. പിന്നെ ഇവള് തൻ്റെ സ്ഥലങ്ങളിൽ പുരട്ടിയിരിക്കുന്നത് കാളകൂട വിഷമാണ്. അപ്പൊ കൈപ്പേറിയ വസ്തുക്കൾ കഴിക്കുമ്പോൾ കണ്ണടയ്ക്കണമെന്ന് പണ്ട് അതിഥി ആയിരുന്ന സമയത്ത് ഇതേ ആ ദേവകീദേവി പണ്ട് അതിഥിയായിരുന്നു. അതേപോലെ തന്നെ കൗസല്യായപ്പോൾ രാമനായി പിറന്നപ്പോഴും ഒക്കെ അമ്മ പറഞ്ഞു തരാറുണ്ട്, എന്ത്? കയ്പുള്ള വസ്തുക്കൾ കണ്ണടച്ച് കഴിച്ചാൽ കയ്പുണ്ടാവില്ല. അപ്പൊ ഭഗവാൻ കണ്ണടച്ചു അത്രേ. അതേപോലെ ഇവള് മുൻജന്മത്തിൽ എന്തെങ്കിലും പുണ്യം ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിച്ച് ഭഗവാൻ കണ്ണടച്ചു. പാലും വെണ്ണയും തൈരും കഴിക്കണം എന്ന് വിചാരിച്ചു വന്നിട്ട് ഇപ്പൊ ഇതാ വിഷം കഴിക്കേണ്ടി വന്നല്ലോ എന്ന് ആലോചിച്ച് കണ്ണടച്ചു. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ അവതാരത്തിൽ, രാമാവതാരത്തിൽ താടക എന്ന ഒരു രാക്ഷസിയെ ഇതേപോലെ തന്നെ അന്ന് സ്ത്രീവധം ചെയ്യേണ്ടി വന്നു. ആദ്യം തൻ്റെ തന്നെ അംശമായ പരശുരാമൻ വഴിയിൽ തടഞ്ഞു നിർത്തി. സീതാ സ്വയംവരം കഴിഞ്ഞ് വരുമ്പോൾ പറഞ്ഞു, ഈ സ്ത്രീകളെ കൊന്നിട്ടുള്ള കേമത്തല്ലേ നിന്റെ എന്ന് ചോദിച്ചു. അന്ന് പറഞ്ഞു സ്ത്രീകളെ കൊന്നു എന്നുള്ളത് ശരിയാണ്, ഒരു രാക്ഷസിയെ, ആ അതിഘോരയായ പിശാചിനിയായ രാക്ഷസിയെ കൊന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ സ്വന്തം അമ്മയെ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞു. അന്ന് രണ്ടും പരശുരാമനും ശ്രീരാമനും ഒന്ന് തന്നെ. ഇങ്ങനെ ഭഗവാൻ പല പല കാരണങ്ങളെ കൊണ്ട് കണ്ണടച്ചു. ഇനിയിപ്പോൾ വിഷം കഴിക്കാൻ പോവുകയാണെങ്കിൽ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് കഴിക്കുകയാണ് നല്ലത്. അതിനുവേണ്ടി ഒരാളെ വിളിച്ചു, വിഷം കഴിച്ച് ശീലമുള്ള ഒരാൾ.
വിഷം കഴിച്ചിട്ടും മരിക്കാതിരിക്കുന്ന ആളുകളുടെ അടുത്തല്ലേ ചോദിച്ചിട്ട് കാര്യമുള്ളൂ. മറ്റവരുടെ കാര്യമൊക്കെ നമുക്ക് മനസ്സിലായി. വിഷം കഴിച്ചു, മരിച്ചു, സിദ്ധി കൂടി. വിഷം കഴിച്ചിട്ടും ചാവാത്ത ആളുണ്ടെങ്കിൽ എന്താ അതിൻ്റെ ഒരു അവസ്ഥ എന്ന് ചോദിക്കാം. പണ്ട് ഹാലാഹല വിഷം സേവിച്ച ഒരാളുണ്ട്, നീലകണ്ഠൻ. അദ്ദേഹത്തെ വിളിക്കാം എന്ന് വിചാരിച്ചു. മഹാദേവനെ വിളിച്ചു. മഹാദേവൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്താ ഭഗവാനെ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, അല്ല ഈ ആളെ മനസ്സിലായോ എന്നറിയാനാണ് ആദ്യം. അതെന്താ അങ്ങനെ ചോദിച്ചത്? അതോ ഇതാ ഒരു സുന്ദരി വന്നപ്പോൾ പണ്ടൊരു സുന്ദരിയുടെ പിന്നാലെ ഓടിയത് ഓർമ്മയില്ലേ? അത് സുന്ദരികളുടെ സുന്ദരിയാണ്. സൗന്ദര്യോത്തരതോപി സുന്ദരതരം. അങ്ങ് വേഷം കിട്ടിയപ്പോൾ പിന്നാലെ ഓടി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇവളുടെ വേഷം കെട്ടാണ് എന്ന് അറിയാൻ എനിക്ക് അധികമൊന്നും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. എനിക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവളെ അങ്ങക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. എന്നാൽ കുറച്ച് വിഷം കഴിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? അടുത്ത ചോദ്യം. അപ്പൊ പറഞ്ഞു, അങ്ങക്ക് എന്താ വിഷമുള്ളത്? അങ്ങക്ക് ഒന്നും വിഷമല്ല, ഒന്നും വിഷമവുമില്ല. എനിക്ക് അന്ന് നീലനിറായി കഴുത്ത്, നീലകണ്ഠൻ എന്ന് എന്നെ എല്ലാവരും വിളിക്കാൻ തുടങ്ങി. അങ്ങ് നീലവർണ്ണനാണ്, എനിക്ക് ഒരു കുഴപ്പമില്ല, കഴിച്ചോളൂ എന്ന് പറഞ്ഞു അത്രേ. ഏതായാലും ഭഗവാൻ മഹാദേവന്റെ കൂടി അനുവാദം കിട്ടിയതോടുകൂടി ആ മഹാരാക്ഷസിയുടെ മുല കുടിക്കാനായിട്ട് തുടങ്ങി. മുല കുടിക്കാൻ തുടങ്ങിയപ്പോൾ അതിനു മുമ്പേ അവള് ഉണ്ണിയങ്ങടെ എടുത്ത് മടിയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഉണ്ടായിട്ടൊരു ആനന്ദം എത്രയാണെന്ന് പറഞ്ഞാൽ തീരില്ല. കാരണം ഇതുവരെ അനുഭവിക്കാത്തൊരാനന്ദം. പെട്ടെന്ന് അവൾ ആലോചിച്ചു, കംസേന പ്രഹിത ഘോര പൂതന ബാലഘാതിനി. ഞാൻ കംസനാൽ അയക്കപ്പെട്ട പൂതന എന്ന കുട്ടികളെ കൊല്ലുന്നവളാണ് എന്ന് ആലോചിക്കാൻ എന്താ കാരണം? എല്ലാം മറന്നിരുന്ന അവളെ ഭഗവാൻ തളിച്ചുണർത്തിയത്ര. വിളിച്ചുണർത്തുക, തളിച്ചുണർത്തുക, വലിച്ചുണർത്തുക, ഇങ്ങനെ പല രീതികളുണ്ട് ഭഗവാൻ. ഇവിടെ വിളിച്ചുണർത്താൻ പറ്റില്ല, കാരണം 6 ദിവസമേ ആയിട്ടുള്ളൂ ജനിച്ചിട്ട്. കൃഷ്ണാവതാരത്തിന്റെ പ്രത്യേകത എന്താ? ഒക്കെ പാകത്തിനേ പറ്റുള്ളൂ. ആദ്യം തന്നെ സംസാരിക്കുക. വാമനാവതാരത്തിൽ അങ്ങനെയാണ് ഉണ്ടായത്. ഇതേപോലെ തന്നെയാണ് അവതരിച്ചത്. പക്ഷേ പിന്നെ കാണണത് ഇത്രയും ചെറിയ കുട്ടിയായിട്ടല്ല, ഒരു 5-6 വയസ്സ് പ്രായമുള്ളൊരു ഉണ്ണിയായിട്ട്. അപ്പോഴേക്കും സംസാരിച്ചു തുടങ്ങി, ഗായത്രി മന്ത്രം സൂര്യൻ ഉപദേശിച്ചു, അതൊക്കെ ജപിച്ചു. ഇവിടെ അങ്ങനെ പറ്റില്ല. ഇപ്പൊ 6 ദിവസമേ ആയിട്ടുള്ളൂ. കണ്ണു തുറന്ന് കിടക്കണത് കണ്ടിട്ട് തന്നെ ആളുകൾക്ക് അത്ഭുതം. ചുണ്ടത്ത് മിന്നിത്തിളങ്ങുന്ന മന്ദഹാസം കാണുമ്പോൾ ആളുകൾക്ക് അത്ഭുതം. ഇനി മിണ്ടി തുടങ്ങിയാലോ തന്നെ ഈശ്വരനാക്കി മാറ്റും. അത് വേണ്ട, തൻ്റെ ലീലകളുടെ മാധുര്യം എല്ലാവരും ആസ്വദിച്ചോട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഇനി വിളിച്ചുണർത്തൽ പറ്റില്ല, തളിച്ചുണർത്താം. അപ്പൊ തളിച്ചുണർത്തുകയാണെങ്കിൽ എങ്ങനെയാ? വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറ്റുമോ? അതും പറ്റില്ല, 6 ദിവസമല്ലേ ആയുള്ളൂ. അപ്പോൾ ഉള്ളത് കൊണ്ട് ആവാം എന്ന് തീർച്ചപ്പെടുത്തി. അങ്ങനെയാണത്രേ ഭഗവാന്റെ കയ്യിലുള്ള വെള്ളം കൊണ്ട് ഉണ്ണിമൂത്രം പുണ്യാഹം അങ്ങനെ ഒന്ന് തളിച്ചു കഴിഞ്ഞപ്പോൾ പൂതനയ്ക്ക് ചേല നനഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത്. അപ്പോഴാണ് കണ്ണ് തുറന്നത്. അങ്ങനെ കണ്ണ് തുറന്നപ്പോഴും മറ്റേ കണ്ണടച്ചു കിടക്കുക. അപ്പൊ വേഗം തൻ്റെ ആ മുല മുകുന്ദന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. പക്ഷേ ആ മുലപ്പാല് കിട്ടാതെ വന്നപ്പോൾ അവളുടെ മുല കുടിക്കുന്ന മുകുന്ദൻ അവളുടെ മൂലത്തെ കൂടി വലിച്ചു കുടിക്കാനായിട്ട് ആരംഭിച്ചു. ആ പ്രാണനെ കൂടി ഇങ്ങോട്ട് വലിച്ച് തുടങ്ങിയപ്പോൾ അവളിതാ ഉറക്കെ സാ മുഞ്ച മുഞ്ചാലമിതി പ്രഭാഷിണി, വിടൂ വിടൂ എന്ന് പറഞ്ഞ് കരയാനായിട്ട് തുടങ്ങി. ഭഗവാൻ വിടൂ? ഒരിക്കലുമില്ല. നമ്മളെ തന്നെ വിടാറില്ല അല്ലേ? ഭഗവാൻ നമ്മൾ മറന്നാലും ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഒന്ന് വിളിക്കും. അതിന് എന്താ ഭഗവാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി? ഭഗവാൻ അറിയാം. നമ്മൾ സാധാരണ രീതിയിൽ എല്ലാ സൗഭാഗ്യത്തിലും ഇരിക്കുമ്പോൾ ഭഗവാനെ ഓർക്കില്ല. അപ്പൊ പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ ദുഃഖം കൊടുക്കാം. അപ്പൊ എന്നെ വിളിച്ചോളും. എന്നെ മറന്നാലും എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അതല്ലേ എൻ്റെ കേമത്വം എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് നമുക്കൊക്കെ ചിലപ്പോൾ ഭഗവാൻ ഇങ്ങനെ വെള്ളം തളിക്കലോ അല്ലെങ്കിൽ വിളിക്കലോ എന്നാവില്ല. എന്തെങ്കിലും ഒരു ദുഃഖം തരും, ഓർമ്മ വരും. ഓ, ഗുരുവായൂർ പോയില്ല. അപ്പോഴാണ് ഓർമ്മ വരുന്നത്, 4-5 മാസമായി തിരക്കായിരുന്നു, ബാക്കി എല്ലാത്തിനും സമയമുണ്ട്, ഇതിന് മാത്രം സമയമില്ല. നമ്മുടെയൊക്കെ അവസ്ഥ അങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഭഗവാൻ അവളുടെ ആ മൂലത്തെ കൂടി പ്രാണനെ കൂടി വലിച്ചിങ്ങോട്ട് എടുത്തു എന്ന് പറഞ്ഞു. അതോടുകൂടി അവളുടെ യഥാർത്ഥമായിട്ടുള്ള സ്വരൂപം പുറത്തേക്ക് വന്നു. വേഷം കെട്ടൊക്കെ ഭഗവാനോളം അറിയാവുന്ന വേറെ ആരുമില്ല. നമ്മളൊക്കെ വലിയ വേഷം കിട്ടും അല്ലേ? ഭക്തനാണ്, ഭക്തയാണ് എന്തൊക്കെ അറിയാൻ വേണ്ടി കുറേ കുറി തൊടുക, മാലകൾ ധരിക്കുക, നാരായണ എന്ന് എഴുതിയ മുണ്ട് ചുറ്റുക, അത് തോളത്തിടുക. എന്താ ഇതിലൊക്കെ? ഇതൊക്കെ ഭഗവാൻ കാണുന്നുണ്ട്. ആയിക്കോട്ടെ,
വേഷം കിട്ടിക്കോട്ടെ, എനിക്കറിയാലോ എന്നാണ്. എന്ത് വേഷം കിട്ടിയാലും ഉള്ളു കാണുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാൻ ഗോപികമാരുടെ മനസ്സാകുന്ന വെണ്ണ സ്വീകരിച്ചതും വപുസ്സാകുന്ന പാത്രങ്ങൾ പൊട്ടി തകർത്തതും. ഇതേപോലെ നമ്മുടെ ഈ അഹങ്കാരമാകുന്ന മൺപാത്രങ്ങൾ എപ്പോഴാണോ പൊട്ടിത്തകരുന്നത്, അപ്പോഴാണ് അലങ്കാരസ്വരൂപിയായിട്ടുള്ള ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇവിടെയും അതെ, പൂതന മരിച്ചു വീണു. ഗോപികമാർ ഓടി വന്ന് ആ ഉണ്ണിയെ എടുക്കാൻ നോക്കുമ്പോൾ വലിയൊരു പർവ്വതത്തിൻ്റെ മുകളിൽ ക്രീഡന്തം അകുതോഭയം, ഒരു പേടിയുമില്ലാതെ കളിക്കുന്ന ഉണ്ണിയെ എങ്ങനെ കണ്ടു. യശോദാമ്മയൊക്കെ മോഹാലസ്യപ്പെട്ടു വീണു കഴിഞ്ഞു, ഉണ്ണിയെ കാണാനില്ല. അപ്പോഴേക്കും ഗോപികമാര് ഓടിച്ചെന്നു. ബാലം ച തസ്യാ ഉരസി ക്രീഡന്തം അകുതോഭയം, പേടിയില്ലാതെ കളിക്കുന്ന ആ ഉണ്ണിയെ വാരിയെടുത്തു കൊണ്ടുവന്ന് ഗോപുച്ഛം കൊണ്ട്, പശുവിൻ്റെ വാലുകൊണ്ട് ഒഴിഞ്ഞു. മേശാന്തി ദീപാരാധന ഒഴിയണത് പോലെ അവർ ഒഴിഞ്ഞു. ഇപ്പം ഭഗവാനും വലിയ സന്തോഷമായി. അത് കഴിഞ്ഞപ്പോഴോ അടുത്തതും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പശുവിൻ്റെ ആ കുളമ്പ് തട്ടിയ പൊടി, ചാണകം, ഉണങ്ങിയ ചാണകം രണ്ടും കൂടി ചേർത്തൊരു പ്രത്യേകതരം പൊടി, ഈ പൊടിയെടുത്ത് ഭഗവാന്റെ 12 സ്ഥലങ്ങളിൽ തൊട്ട് ജപിക്കുക. കേശവായ നമ, നാരായണായ നമ, മാധവായ നമ, ഗോവിന്ദായ നമ. ഭഗവാൻ അതൊക്കെ കേട്ട് ഇതൊക്കെ ഞാനാണ് എന്നുള്ള രീതിയിൽ ഒരു ചെറു പുഞ്ചിരി ചുണ്ടത്ത് ഇങ്ങനെ ചേർത്ത് വെച്ച് അങ്ങനെ കിടന്നു. അടുത്തതാണ് ഗോമൂത്രേണ സ്നാപയിത്വ. അതിലും അത്രയും കൂടി ഇഷ്ടമായില്ലെങ്കിലും ഭഗവാൻ കുഴപ്പമൊന്നും കാണിച്ചില്ല. ഗോമൂത്രം കൊണ്ട് കുളിപ്പിച്ചു. എങ്കിൽ എന്നെ കുളിപ്പിച്ച ആളെ ഗോമൂത്രം കുളിപ്പിച്ചോളാന്ന് ഭഗവാൻ അപ്പം തന്നെ തീരുമാനിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും യശോദാമ്മ ഇങ്ങോട്ട് തരൂ, ഞാൻ കുളിപ്പിക്കാം. അയ്യോ, എന്തൊരു നാറ്റാണ് ഗോമൂത്രം കൊണ്ട് കുളിപ്പിച്ചിട്ട്. എന്നാലും അങ്ങനെയാണ് യശോദേ, കുട്ടികൾക്ക് പേടിയൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ നല്ലതാണ്. ഓ ആയിക്കോട്ടെ. യശോദാമ്മ വേഗം കുളിപ്പിച്ചു. നല്ല ചന്ദന തൈലം കൊണ്ട് നല്ലോണം തേപ്പിച്ച് നല്ലോണം കുളിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴോ സച്ചിദാനന്ദ സുഗന്ധം, അത് ഈ ചന്ദന തൈലത്തിൻ്റെ അല്ല, ചന്ദ്രവംശിയായി അവതരിച്ച ഭഗവാന്റേതാണ് എന്ന് അവർക്കിപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടില്ല. പതുക്കെ പതുക്കെ മനസ്സിലാവുള്ളൂ. ഏതായാലും അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, യശോദാമ്മേ ഇത് അങ്ങോട്ട് തരൂ, ഞങ്ങളെ ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലാമെന്നും പറഞ്ഞ് അവ്യാജദോഘ്രിമണിമാം സ്തവജാൻവധോരു, അവിടെ ഒരു കവചം, ശ്രീകൃഷ്ണ കവചം, നാരായണ കവചം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ഭഗവാന്റെ നാമങ്ങൾ, ഭഗവാന്റെ ആയുധങ്ങളൊക്കെ ഭഗവാനെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന മന്ത്രം. ഞങ്ങളുടെ ഉണ്ണിയെ രക്ഷിക്കട്ടെ എന്നാണ്. ഈ ഒക്കത്തിരിക്കുന്ന ഉണ്ണിയാണ് ഒക്കേത്തിരിക്കുന്ന ഉണ്ണി എന്ന് അവർക്കിപ്പോൾ മനസ്സിലായിട്ടില്ല. ഈ ലോകത്തെ മുഴുവൻ തിരിച്ചും കൊണ്ടിരിക്കുന്ന ഉണ്ണിയാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒക്കത്തിരിക്കുന്നത് എന്ന് അപ്പം മനസ്സിലായിട്ടില്ല. പതിയെ പതിയെ മനസ്സിലാക്കും ഭഗവാൻ. അങ്ങനെ ബാലരക്ഷയൊക്കെ ജപിച്ചു. അതിനുശേഷം പറഞ്ഞു, പൃഷ്ണിഗർഭസ്തു തേ ബുദ്ധിമാത്മാനം ഭഗവാൻ പര. പൃഷ്ണിഗർഭത്തിൽ അവതരിച്ച ഭഗവാൻ ഉണ്ണിയെ രക്ഷിക്കട്ടെ. ആ പൃഷ്ണിഗർഭൻ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് അറിയണില്ല. ഏതായാലും അവരുടെ മന്ത്രജപമൊക്കെ ഗംഭീരമായിട്ട് നടന്നു. അത് കഴിഞ്ഞപ്പോൾ ആ യശോദാമ്മ എടുത്ത് പാലൊക്കെ കൊടുത്തു. ഇപ്പം നല്ലോണം വലിച്ചു കുടിക്കണില്ലേ യശോദേ? ആവുക നല്ലോണം ഉണ്ട്. എന്നാൽ കുഴപ്പമില്ല, പേടിച്ചിട്ടൊന്നുമില്ല. ആരാ പേടിക്കണത്? ഈ ലോകം മുഴുവൻ ആരെ പേടിച്ചാണോ ജീവിക്കണത് ആളാണ് ഈ കിടക്കണത് മടിയിൽ. യശോദാമ്മ പാലൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കാണ് നന്ദഗോപര് തിരിച്ചു വരണത്. വസുദേവര് മധുരയിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, തനിക്ക് ജ്യേഷ്ഠതുല്യനാണ് നന്ദഗോപര്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഏട്ടൻ വേഗം തിരിച്ചു പൊക്കോളൂ, കപ്പം കൊടുക്കലൊക്കെ കഴിഞ്ഞില്ലേ, ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയോ ദുർനിമിത്തങ്ങൾ കാണാനുണ്ട്, വേഗം പൊക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ഓടി ഇവിടെ വന്ന് നോക്കുമ്പോഴേക്കും ദുർനിമിത്തങ്ങൾ വരുമ്പോൾ തന്നെ കാണാനുണ്ട്. പല മരങ്ങൾ കടപുഴകി വീണേക്കണു, കൊടുങ്കാറ്റടിച്ചതുപോലെ തൻ്റെ ഗൃഹത്തിൻ്റെ മുമ്പിൽ വലിയൊരു പർവ്വതം അടുത്തേക്ക് വരുന്തോറും മനസ്സിലായി വലിയ കൈകാലുകളോടുകൂടിയ ഭീകരമായ ഒരു രാക്ഷസിയാണ് അവിടെ കിടക്കുന്നത്. എന്നിട്ടോ വന്നു കളേബരം പരശുഭിക്ഷിത്വ, വലിയ കൊടാലി കൊണ്ടുവന്ന് ആ ദേഹം മുഴുവൻ വെട്ടി നുറുക്കി ദൂരെ കൊണ്ടുപോയി കത്തിച്ചു. ഇതിനെ ഈ ദൂരെ കൊണ്ടുപോയി കത്തിച്ചത് അതിൻ്റെ ഗന്ധമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, ദുർഗന്ധം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചു. ദുർഗന്ധം ഉണ്ടായില്ല, പക്ഷേ അവിടെ മുഴുവൻ സുഗന്ധം പരന്നു. കിംപുന ശ്രദ്ധയാ, ഇതാണ് ഭാഗവതം ചോദിക്കുന്നത്. ജിഘാംസയാഭി ഹരയെ സ്തനം ദത്വാപ സദ്ഗതിം.
കൊല്ലാൻ വേണ്ടിയിട്ടാണെങ്കിലും ആ ഹരിക്ക് മുല കൊടുത്ത നതു സ്തന്യം, മുലപ്പാല് കൊടുക്കാനില്ല അവൾക്ക്, മുല കൊടുത്ത ആ പൂതനയ്ക്ക് മോക്ഷം കിട്ടി. എങ്കിൽ കിം പുനഃശ്രദ്ധയ, എങ്കിൽ ശ്രദ്ധയോടുകൂടി ഭഗവാന് മുലപ്പാല് കൊടുക്കാൻ സാധിച്ച ആ യശോദാമ്മയുടെയൊക്കെ പുണ്യം എത്ര വലുതാണ് എന്ന് ആലോചിച്ചു നോക്കൂ. ഭാഗവതം പറയുകയാണ്. അങ്ങനെ പൂതനാമോക്ഷം. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ 2 അസുരന്മാരെ, കംസഭൃത്യന്മാരെ നിഗ്രഹിച്ച കഥയാണ് അടുത്ത അധ്യായത്തിൽ കേട്ടത്. ഒന്ന് വണ്ടിയുടെ രൂപത്തിൽ വന്ന ശകടാസുരനെ, മറ്റൊന്ന് കാറ്റിൻ്റെ രൂപത്തിൽ വന്ന തൃണാവർത്തനെ. വണ്ടിയുടെ രൂപത്തിൽ വന്നത് ഉണ്ണിയുടെ മാസപ്പിറന്നാളിൻ്റെ അന്നാണത്രേ. 90ൻ്റെ അന്നാണ് ആ ഉണ്ണിയെ കാണാൻ ശകടാസുരൻ വന്നത്. അവനെ തൃക്കാൽ കൊണ്ട് ഒന്നങ്ങനെ സ്പർശിച്ചു, അത്രേ ഉണ്ടായുള്ളൂ. കാലുകൊണ്ടൊന്ന് തൊട്ടു, ആ ശകടം തവിടുപിടിയായി താഴെ വീണു. ഉണ്ണിയുടെ കാല് കൊണ്ടിട്ടാണ് ഈ വണ്ടി തകർന്നത് എന്ന് കുട്ടികൾ പറഞ്ഞെങ്കിലും അധികം ആളുകൾക്കൊന്നും അത് വിശ്വാസമായില്ല. എങ്ങനെയാത് 90 ദിവസം പ്രായമുള്ള കുട്ടിയുടെ കാല് കൊണ്ടാൽ വണ്ടി തകരെ? വണ്ടി കൊണ്ടാൽ ചിലപ്പോൾ കുട്ടിയുടെ കാല് തകരുന്നല്ലാതെ. അപ്പൊ കാലാരി പോലും പൂജിക്കുന്നവനാണ് ഈ ഉണ്ണി എന്ന് അവർക്കിപ്പോൾ മനസ്സിലായില്ല. കാലദേശാവധിഭ്യാം നിർമുക്തം ആണ് ഈ ഉണ്ണി എന്ന് അവർക്ക് മനസ്സിലായില്ല. പിന്നെ ഉണ്ണിയുടെ 1 വയസ്സാകുന്ന അടുത്ത അഷ്ടമരോഹിണിയുടെ അന്ന്, ഈ അഷ്ടമരോഹിണിയുടെ അന്ന് ഉച്ചവരെ പല ആളുകളും വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പലതരത്തിലുള്ള അവർക്കുള്ള ദാനങ്ങൾ, അവർ ഉണ്ണിയെ അനുഗ്രഹിക്കുക, പലതരത്തിലുള്ള സമ്മാനങ്ങൾ കൊടുക്കുക, ഇങ്ങനെയൊക്കെ എല്ലാവരും തിരക്കിൽ പെട്ടിരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ പോയി യശോദാമ്മ ഉണ്ണിയെ മടിയിൽ കിടത്തി പാല് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഉണ്ണിക്ക് ഇങ്ങനെ ഭാരം കൂടിക്കൂടി വരുന്നത്. ഇതെന്താവും? ഉണ്ണിക്ക് ഭാരം കൂടണതാവില്ല, ഞാനിങ്ങനെ പണിയെടുത്ത് വയ്യാതെയായതാവും. എങ്കിൽ അകത്തു പോയി ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് കഴുകി വരാം എന്ന് തീർച്ചപ്പെടുത്തി യശോദാമ്മ അകത്തേക്ക് പോയി. അമ്മ അകത്തേക്ക് പോയപ്പോഴാണ് ഉടനെ വരുന്നു കാറ്റിൻ്റെ രൂപത്തിൽ തൃണാവർത്തൻ. ഉണ്ണിയും വിചാരിച്ചു ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. കുറേ കാലമായി, ഏകദേശം അല്ലേ 1 വർഷക്കാലമായി ഇങ്ങനെ മലന്ന് കിടക്കലും കുറേശ്ശെ കമന്ന് കിടക്കലും ഇപ്പൊ കുറേശ്ശെ നീന്തലും അത്രേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ബാലചേഷ്ടകളൊക്കെ വേണം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അതിനിടയിലാണ് ഒരു യാത്രയ്ക്ക്, ഒരു ആകാശയാത്ര, ഗരുഡന്റെ പുറത്ത് പോണ പോലെ ഒന്ന് പോയി വരാം എന്നും വിചാരിച്ചു. അങ്ങനെ നോക്കുമ്പോഴാണ് ആ തൃണാവർത്തൻ വന്നു, ഉണ്ണിയെ വാരി ഇങ്ങോട്ട് എടുത്തു. ഇതങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കണം. അങ്ങനെയാണ് ഇവിടെ. അങ്ങനെയാണ് ആളുകളുടെ ഹൃദയം കവർന്നു കൊണ്ടുപോകുന്ന ആളാണ്. മാനസചോരനാണ്, അനേക ജന്മാർജിത പാപചോരനാണ്. അപ്പോ പാപത്തെ മോഷ്ടിക്കുന്ന ആള് പാപിയായ ആ തൃണാവർത്തൻ മോഷ്ടിച്ചപ്പോ, അപഹരിച്ചപ്പോ അതിനൊപ്പം പോകാം എന്ന് തീർച്ചപ്പെടുത്തി. അങ്ങനെ പോയി. വൃന്ദാവനത്തിന്റെ മുകളിലൊക്കെ പോയി ഒന്ന് കണ്ടു. യമുന, ഗോവർദ്ധനം ഒക്കെ വേണ്ട പോലെയല്ലേ, വന്നാൽ ഇവിടെ വന്ന് കളിക്കാനുള്ളതാണ്. അങ്ങനെ കറങ്ങി നടക്കുമ്പോഴാണ് പെട്ടെന്നൊരു കരച്ചിൽ കേൾക്കണ്ട, അമ്മയുടെ കരച്ചില്. എൻ്റെ ഉണ്ണിയെ കാണാനില്ല എന്ന് പറയണ്ട അമ്മ. അമ്മ മോഹാലിസ്യപ്പെട്ട് വീഴും കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ വേഗം തിരിച്ചു വരാൻ തീർച്ചപ്പെടുത്തി ആ തൃണാവർത്തന്റെ കഴുത്തിൽ അങ്ങോട്ട് മുറുക്കി പിടിച്ചു. തൃണാവർത്തന് ശ്വാസം മുട്ടി വലിയൊരു കരിമ്പാറക്കെട്ടിന്റെ മുകളിൽ വന്ന് വീണ് അവൻ സിദ്ധു കൂടുകയും ചെയ്തു. ഗോപികമാര് അപ്പോഴും ഓടി വന്നു. അവർക്കിപ്പോൾ പേടിയൊന്നുമില്ല. അവർ പറഞ്ഞു, ഈശ്വര കാരുണ്യം നമുക്ക് ആവോളുണ്ട്. അതുകൊണ്ട് എന്തായി, നമ്മുടെ എനിക്ക് ഒരു കുഴപ്പവും പറ്റിയില്ല. നമ്മൾ മുജ്ജന്മത്തിൽ എന്തൊക്കെയോ പുണ്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സാധിക്കണത് എന്ന് അവർ പറയുന്നു. ഏതായാലും വലിയ സന്തോഷത്തോടു കൂടി ഉണ്ണി രക്ഷപ്പെട്ടുല്ലോ. ഉണ്ണിയെ വീണ്ടും ആ തരത്തിലുള്ള ബാലരക്ഷകളൊക്കെ ജപിച്ച് യശോദാമ്മയുടെ കയ്യിൽ കൊടുത്തു. യശോദാമ്മ ആ ഉണ്ണിക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടെ വായ്ക്കകത്തേക്ക് ഒന്നിങ്ങനെ നോക്കിയത്. കാരണം എന്താ, വായിൽ പല്ല് വന്നിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. എങ്കിലും വായ്ക്കകത്ത് പല്ലല്ല കണ്ടത്, സകല ചരാചരങ്ങളെയും ഘം രോദസി ജ്യോതിരനീകമാശാ സൂര്യേന്ദുവന്നി ശ്വസനാംബുധീംശ്ച ദ്വീപാൻ നഗാം തദ്ദുഹിതൃവനാനി ഭൂതാനി യാനി സ്ഥിരജംഗമാനി. ഇളകുന്നതും ഇളകാത്തതുമായ സകലതും
ഉണ്ണിയുടെ വായ്ക്കകത്ത് കണ്ടു. സ്ഥാവര ജംഗമങ്ങളെ മുഴുവൻ കണ്ടു എന്നാണ്. ഉടനെ തന്നെയോ വേഗം കണ്ണടച്ചു. കണ്ണടച്ചതോടുകൂടി എല്ലാം മറന്നുപോവുകയും ചെയ്തു. അമ്മയ്ക്ക് മുമ്പ് ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇനി മണ്ണ് തിന്ന സമയത്ത് വീണ്ടും കാണിച്ചു കൊടുക്കണം. അതിനു മുമ്പായിട്ട് ഒന്ന് കാണിച്ചു കൊടുത്തു. ഇപ്പോൾ കുട്ടികൾ കുറേശ്ശെ മുട്ടുകുത്തി നടക്കാൻ തുടങ്ങി. ഇപ്പോൾ ഉണ്ണികളെ ഇങ്ങനെ വിളിക്കുക, ഉണ്ണി ഇങ്ങോട്ട് വരൂ, എന്തെങ്കിലും ഒരു പേര് വേണ്ടേ? കുട്ടനെന്നും ഉണ്ണിയെന്നും ഒക്കെ വിളിക്കുക എന്നല്ലാതെ ഒരു പേരില്ല. പേരിടണം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും അതിന് പറ്റിയ ഒരാള് അവിടേക്ക് വന്നു. അതാണ് ഗർഗാചാര്യര്. ഗർഗാചാര്യര് വന്നു. ഗർഗാചാര്യർ എന്താ പറഞ്ഞത്? ഞാൻ യാദവന്മാരുടെ ആചാര്യനാണ് എന്നുള്ളത് ലോകം മുഴുവൻ അറിയുന്ന കാര്യം. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് പേരിട്ടു എന്നറിഞ്ഞാൽ കംസൻ ചിലപ്പോൾ നന്ദഗോപരെ നിങ്ങളുടെ കുട്ടികൾക്ക് നേരെ അക്രമം നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ രഹസ്യമായിട്ട് മതി എന്ന് ഗർഗാചാര്യ പറഞ്ഞതനുസരിച്ച് വളരെ ലളിതമായി രഹസ്യമായി ഏറ്റവും ചുരുങ്ങിയ ആളുകളെ കൊണ്ട് ഭഗവാന്റെ നാമകരണം നടത്തും. ഭഗവാൻ അല്ലെങ്കിൽ പേരിടാൻ പറ്റുമോ? ഗർഗാചാര്യ അതാ ആലോചിക്കണത്. പട്ടേരിപ്പാട് പറയുന്നത് പോലെ സഹസ്രനാമി എന്നോ അനന്തനാമി എന്നോ എന്താ ഞാൻ വിളിക്കേണ്ടത് ഈ ഉണ്ണിയെ? നിശ്ചയില്ല ഗർഗാചാര്യ. അപ്പൊ ഗർഗാചാര്യ പറഞ്ഞു, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, വളരെ രഹസ്യമായിട്ട്. എവിടെയാ നല്ലത്? എന്നാൽ നമുക്ക് ഗോശാലയിലാവാം, പശുവിൻ്റെ തൊഴുത്തിലാവാം പേരിടല് എന്നാണ്. എന്നാൽ ശരി പറഞ്ഞു. ഗോപന്മാരൊക്കെ കാലത്ത് പശുക്കളെയും പശുക്കുട്ടികളെയൊക്കെ കൊണ്ടുപോയ സമയത്ത് നന്ദഗോപര്, യശോദ, രോഹിണി, വെളുത്തുണ്ണി, കറുത്തുണ്ണി, പിന്നെയോ ഗർഗാചാര്യൻ, പിന്നെ കുറേ പശുക്കളും പശുക്കുട്ടികളും. അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ചിലതുണ്ട്, അതിനെയൊക്കെ അവിടെ നിർത്തിപ്പോയിക്കുക. അതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ ഇങ്ങനെ ചെവി വട്ടം പിടിച്ച് നിൽക്കുക, എന്താ ഈ ഉണ്ണികൾക്ക് പേരിടണത് എന്നറിയാൻ വേണ്ടിയിട്ട്. ഗർഗാചാര്യ ചോദിച്ചു, ആരാ മൂത്തത്? ആദ്യം ഉണ്ടായത് ഈ വെളുത്ത ഉണ്ണിയാ, രോഹിണിയുടെ ഉണ്ണി. എന്നാൽ അതിനെ തരൂ. വേഗം അതിനെ മടിയിലെടുത്ത് വെച്ചു. എന്താ പേരിടേണ്ടത് എന്ന് യശോദാമ്മയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഉണ്ണി പറഞ്ഞു കൊടുത്തു, രാമൻ എന്ന് പേരിട്ടോളൂ. രാമൻ എന്നുള്ള നാമവും ഏട്ടൻ എന്നുള്ള സ്ഥാനവും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് രാമൻ എന്നിട്ടോളൂ. അപ്പൊ രാമനെന്നും ബലരാമനെന്നും അതേപോലെ തന്നെ സംഘർഷണെന്നും ബലഭദ്രനെന്നും ഒക്കെ ഈ ഉണ്ണിക്ക് പേരുണ്ടാവും. വസുദേവപുത്രൻ ആയതുകൊണ്ട് ഈ ഉണ്ണിക്ക് വാസുദേവൻ എന്നും പേര്. അടുത്തതായി ഈ കറുത്ത ഉണ്ണി ഇങ്ങോട്ട് വാങ്ങി. അതിനെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ കയ്യിലെടുത്തതും സമാധിയിൽ എന്നതുപോലെയായി ഗർഗാചാര്യ. ഇനി എങ്ങനെയാ ഗർഗാചാര്യ ഒന്ന് വിളിക്കാൻ വയ്യ, തളിക്കാൻ വയ്യ, രണ്ടും പറ്റില്ല അല്ലേ? കാരണം ഉണ്ണിമൂത്രം പുണ്യാഹം എന്ന് പറഞ്ഞാലും ഇവിടെ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ അതിനിടയിൽ മൂത്രം ഒഴിക്കേണ്ടാന്ന് തീർച്ചപ്പെടുത്തി. എങ്കിലും ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി വലിച്ചുണർത്താം എന്ന് തീർച്ചപ്പെടുത്തി. അതിനെന്താ വലിക്കാൻ പറ്റിയ സാധനം? അതാണ് തൻ്റെ വയറ്റത്ത് ഇങ്ങനെ ഇക്കിളിയാക്കുന്നുണ്ട്. എന്താ? ഗർഗാചാര്യരുടെ നീണ്ട താടി രോമങ്ങൾ അതിലിങ്ങോട്ട് പിടിച്ചു. അപ്പൊ ഇങ്ങനെ സമാധിസ്ഥനായ ഗർഗാചാര്യരെ ഉണ്ണി സമാധിയിൽ നിന്ന് ഉണർത്താൻ വേണ്ടി താടിമ പിടിച്ച് ഒരു വലി. അപ്പൊ ഇങ്ങോട്ട് കീഴ്പ്പെട്ട് നോക്കി. ഓ, എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നവനാണ്. അതുകൊണ്ട് ഈ ഉണ്ണിയെ കൃഷ്ണൻ എന്ന് വിളിക്കാം. നിറം കൊണ്ടും ഈ ഉണ്ണി കൃഷ്ണവർണ്ണമാണ് എന്നൊക്കെ പറഞ്ഞു. നിരവധി പേരുകൾ ഈ ഉണ്ണിക്കുണ്ട്. ബഹൂനി സന്ധി നാമാനി. ഈ ഉണ്ണിക്ക് പല പേരുകളുണ്ട് ഉണ്ണിയുടെ ജന്മത്തിനും കർമ്മത്തിനും അനുസരിച്ച്. അതുകൊണ്ട് അവിടെ പറയുകയാണ്, അല്ലയോ നന്ദഗോപരെ, ഈ ഉണ്ണിയെ നാരായണ തുല്യനായി വളർത്തിക്കോളൂ. നാരായണനാണെന്ന് പറഞ്ഞില്ല, ഈ ഉണ്ണി നാരായണന് തുല്യനാണ് എന്ന് മാത്രം അവിടെ പറഞ്ഞ് അവിടെ ഏതാ ആ ഉണ്ണിയുടെ നാമകരണം രണ്ടും കഴിഞ്ഞു. ഇപ്പോൾ രാമനെന്നും കൃഷ്ണനെന്നും രണ്ട് ഉണ്ണികൾ. രാമ കൃഷ്ണ, രാമ കൃഷ്ണ. കലിസന്ധരണോപനിഷത്തിലെ മഹാമന്ത്രമുണ്ട്, ഹരേ രാമ ഹരേ കൃഷ്ണ. ഇതാണ് ഇപ്പോൾ അവര് ഗോപികമാരും ഗോപാലന്മാരും ഒക്കെ ഇപ്പൊ സ്ഥിരം ജപിക്കുന്ന മന്ത്രം. കൃഷ്ണമന്ത്രവും രാമമന്ത്രവും. വരൂ രാമ, വരൂ കൃഷ്ണ, കൃഷ്ണ രാമ, രാമ കൃഷ്ണ എന്നിങ്ങനെ അവരിങ്ങനെ വിളിക്കാൻ തുടങ്ങി. ഉണ്ണികളോ, ഉണ്ണികപ്പോ കുറേശ്ശെ മുട്ടുകുത്തി നടക്കാൻ തുടങ്ങി എന്നാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പോഴോ കൈകളിലും അതേപോലെ കാലിലും
ഉള്ള വളയും തളയും ഒക്കെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും, കിങ്ങിണിയുടെ ശബ്ദം ഉണ്ടാവും. അത് കേൾക്കുമ്പോൾ ഇത് എവിടുന്നാണാവോ എന്ന് വിചാരിച്ച് അവിടെ നിൽക്കും. അപ്പം ശബ്ദം നിന്നു, വീണ്ടും നടക്കും, വീണ്ടും ശബ്ദം, വീണ്ടും പുറകിലേക്ക് നോക്കും. ബാലദ്വിരത വിക്രമവും, രണ്ട് കുട്ടിയാനകളെ പോലെ അങ്ങനെ സഞ്ചരിക്കും. ഇതിനിടയിൽ ഗോപികമാർ വന്ന ഉണ്ണികളെ എടുക്കാൻ നോക്കിയാലോ, അപ്പോഴേക്കും ചിലപ്പോൾ അവരുടെ കൂടെ പോവും, മറ്റു ചിലപ്പോഴോ അമ്മയുടെ അടുത്തേക്ക് തിരിഞ്ഞോടും. അമ്മയുടെ ചേലേമ്മ പിടിച്ച് പതുക്കെ ഒന്നിങ്ങനെ എത്തിച്ചു നോക്കും, ഓട്ട കണ്ണിട്ട് ഇങ്ങനെ നോക്കും, ഗോപികമാർ പോയോ. അവരങ്ങോട്ട് മാറുമ്പോൾ വീണ്ടും മുട്ടുകുത്തി നടക്കാൻ തുടങ്ങും. അപ്പോഴേക്കും ഗോപികമാർ ഓടി വരും, വീണ്ടും ഇങ്ങോട്ട് ഓടും. ഇങ്ങനെയുള്ള കളികൾ. പിന്നെയോ യശോദയും രോഹിണിയും ഈ കുട്ടികളുടെ വികൃതികളെ കൊണ്ട് അവരുടെ പ്രവൃത്തികൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ പല കളികളും ഉണ്ട് എന്നാണ്. കാരണം കളികളിൽ താല്പര്യമുള്ള ഇവര് ഒരു പേടിയുമില്ലാതെ നല്ല കൂർത്ത കൊമ്പുള്ള മൃഗങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ അടുത്തേക്ക് പോകും. ഒരു ദിവസം യശോദാമ്മ ഒന്ന് നോക്കിയപ്പോൾ രണ്ടുപേരും രണ്ട് മൂരിക്കുട്ടന്മാരുടെ വാലുമ പിടിച്ച് പതുക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു. യശോദാമ്മ രോഹിണിയെ വിളിച്ചു, ഇതാ നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും നടക്കാൻ തുടങ്ങി. ഈ മൂരിക്കുട്ടന്മാർ നടക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ അങ്ങനെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മൂരിക്കുട്ടന്മാര് അവരുടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയപ്പോൾ കുട്ടികൾ തന്നെ നടക്കാൻ തുടങ്ങി. എന്നിട്ട് അമ്മയൊന്നും ഇങ്ങനെ തിരിഞ്ഞു നോക്കി. അവർ പറഞ്ഞു, ആ ഉണ്ണികൾ നടന്നു കേട്ടോ. നന്ദഗോപരെ വേഗം വിളിച്ചു പറഞ്ഞു, കുട്ടികളിപ്പോൾ നടക്കാൻ തുടങ്ങി. അങ്ങനെ നടക്കാൻ തുടങ്ങിയ കുട്ടികളോ ഒരു ദിവസം യശോദാമ്മ വന്ന് നോക്കുമ്പോൾ ഓടും പശുക്കളുടെ വാലിൽ പിടിച്ചു തൂങ്ങി ഊഞ്ഞാലിലാടുമതുപോൽ ചിരിയും പൊഴിച്ച്. പിന്നത്തെ കളി അങ്ങനെയാണ്, ഊഞ്ഞാലിൽ എന്നതുപോലെ. രാമേട്ടനോട് പറയാ, ഏട്ടനാ കറുത്ത പശുവിന്റെ വാലുമ്പ് തൂങ്ങിക്കൊള്ളൂ കേട്ടോ. യശോദാമ്മ വന്ന് നോക്കുമ്പോഴേ, അപ്പൊ കൃഷ്ണൻ എന്താ വെളുത്ത പശുവിന്റെ വാലുമ്പേ? അതോ നമ്മളെ കാണണ്ടേ ഏട്ടാ അമ്മ വരുമ്പോ, അതിനു വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഊഞ്ഞാലാടുന്നത് പോലെ ഇങ്ങനെ കളിക്കുക. പിന്നെ വലിയ കൊമ്പുള്ള പശുക്കളുടെ കൊമ്പിന്റെ ഇടയിൽ കൂടെ തല കടത്തുക, പശുക്കുട്ടികളുടെ കയറഴിച്ചു വിടുക, തൊട്ടിലിൽ കിടക്കുന്ന കുട്ടികളുടെ ചന്തീമ പോയൊരു നുള്ളു കൊടുക്കുക, അവരെ കരയിപ്പിക്കുക. പാലും വെണ്ണയും തൈരും ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ മൂത്രം ഒഴിച്ച് തിരിച്ചു പോരുക. ചില സ്ഥലങ്ങളിൽ പാലാക്കി വെച്ചിരുന്ന പാല് മുഴുവൻ കുടിച്ചു അതിൽ ഗോമൂത്രമാക്കി വെച്ചു. ഒരു ഗോപിക വന്ന് കുടിക്കുകയും ചെയ്തു. ഏതാ ഗോപിക? ഗോമൂത്രേണ സ്നാപയിത്വ, എന്നെ കുളിപ്പിച്ച ഗോപിക, എന്നെ കൊണ്ട് കുളിപ്പിച്ചു. ഇങ്ങനെ എന്തൊക്കെയാണ് കളികൾ എന്ന് പറഞ്ഞാൽ തീരില്ല. അതേപോലെ തന്നെ പാത്രത്തിൽ നിന്ന് വെണ്ണയും തൈരും ഒക്കെ കഴിക്കുക മാത്രമല്ല, അത് മുഴുവൻ പൊട്ടിച്ചു കളയിലുണ്ട്. എന്തിനാ കൃഷ്ണൻ ഇങ്ങനെ പൊട്ടിക്കണത് എന്നാ, ഒപ്പത്തിയിലുള്ള കുട്ടികളൊരു 32 പേരുണ്ട്. അവർ വന്നിട്ട് അവരുടെ കൂടെയാണ് ഇപ്പൊ കളി. ഇപ്പോ അവരുടെ കൂടെ അവരുടെ ഗൃഹത്തിൽ പോയി പാലും വെണ്ണയും തൈരും ഒക്കെ മോഷ്ടിക്കുക. നമുക്കേ മോഷണമാണെന്ന് തോന്നുള്ളൂ. ഭഗവാൻ എന്താ ചെയ്യണത്? അത് പോഷണമാണ്. ഭഗവാന്റെ ഒരു പുതിയ യോഗമാണത്. ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, ധ്യാനയോഗം പോലെ സ്ഥേയയോഗം ഭഗവാൻ. മോഷണം നടത്തുക, മോഷണം എന്ന് പറയാൻ പറ്റില്ല. രണ്ട് കാരണമുണ്ട്. ഒന്ന് ഭഗവാന്റെ പോഷണമാണ്, അനുഗ്രഹമാണ്. മറ്റൊന്ന് ഒരു ഗൃഹത്തിലുള്ള ആളുകളുടെ കൂടെ ആ ഗൃഹത്തിൽ കയറി അവിടുന്ന് സാധനം എടുത്താൽ എങ്ങനെയാ അത് മോഷണമാവുക? അവിടുത്തെ കുട്ടികളും ഉണ്ട്, എല്ലാ കുട്ടികളും അതാ പറയുന്നത്, കൃഷ്ണ ഇന്നേ നമുക്ക് ഈ പാത്രം പൊട്ടിക്കണ കളിയില്ലേ, എൻ്റെ വീട്ടിലായാലോ, എന്നാ അങ്ങോട്ട് പോവാന്ന് പറയും. പിന്നെ അവിടെ ചെല്ലും. അവിടെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു പാത്രവും കാണാനില്ല. പാത്രങ്ങളൊക്കെ അമ്മ ഉറിയിൽ കെട്ടി മുകളിൽ കെട്ടി വെച്ചേക്കുക. അതും ഒരു മണിയും കാണാനുണ്ട്. മരതകമണി പറഞ്ഞൊരു ചിരി വന്നു. അമ്മ ഇപ്പോൾ വിചാരിക്കും അതുമ്പോൾ പോയി തൊട്ടാൽ ആ മണി ശബ്ദം ഉണ്ടാക്കും, അപ്പോൾ ഓടി വരാമെന്ന് വിചാരിച്ചിട്ടാണ്. ആ അമ്മ എങ്ങോട്ടും പോയിണ്ടായിരുന്നില്ല, അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഈ കളി കണ്ടാൽ അതിങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ യശോദാമ്മയുടെ അടുത്ത് വന്ന ആ ഗോപിക പറഞ്ഞു, ഞാൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴേ കൃഷ്ണൻ വന്നിട്ട് ഓരോ ഗോപന്മാരെയും, തടിയുള്ള ഗോപനെ ഏറ്റവും അടിയില്ല, അതിൻ്റെ മുകളിൽ വേറൊരു ഗോപൻ, അതിൻ്റെ മുകളിൽ വേറൊരു ഗോപൻ, എന്നിട്ടോ അവരിങ്ങനെ മുകളിൽ ഇരുന്ന് അതിനിടയിൽ രാമായണ കഥ പറയുന്നു കൃഷ്ണൻ. യശോദാമ്മ പറഞ്ഞു, അത് ശരിയാ, രാമായണ കഥകൾ ചൊല്ലിടുമായ സമയം എൻ്റെ അടുത്ത് വന്നിരിക്കും. എന്നിട്ടോ സീതാവിയോഗം അത് കേട്ടഥ കൺതുടയ്ക്കും. അയ്യോ, സീതയെ അങ്ങോട്ട് നഷ്ടപ്പെട്ടു എന്ന് കേട്ടാൽ കണ്ണൊക്കെ നിറയും. എന്തിനാ കൃഷ്ണ കരയണത് എന്ന് ചോദിച്ചപ്പോൾ ഞാനേ ആ കഥയിലേക്ക് അങ്ങോട്ട് ലയിച്ചു പോയി അമ്മേ, അതുകൊണ്ടാണ്. മറ്റൊരിക്കൽ യശോദാമ്മ പറയുക,
ഒരു ദിവസം സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി എന്നങ്ങോട്ട് പറഞ്ഞപ്പോ ഉറങ്ങുകയാണെന്നാ വിചാരിച്ചത്. എൻ്റെ കട്ടിൽ കിടക്കണ കൃഷ്ണനും രോഹിണിയുടെ കട്ടിൽ കിടക്കണ രാമനും, കൃഷ്ണൻ ചാടി എഴുന്നേൽക്കണു, കൊണ്ടുപോവാ ലക്ഷ്മണ വില്ലും ശരങ്ങൾ എന്ന് പറയലല്ല, രാമൻ ചാടി എഴുന്നേറ്റ ഇപ്പൊ കൊണ്ടുവരാ ഏട്ടാന്ന്. നിങ്ങൾ രണ്ടുപേരും കഥ കേട്ട് രാമനും ലക്ഷ്മണനും ആയി അല്ലേ? അപ്പോഴും കൃഷ്ണൻ ചിരിക്കും. അപ്പോ ഈ കഥ പറഞ്ഞു കൊടുത്തു ഗോപന്മാർക്ക്. അങ്ങനെ രാമൻ തൻ്റെ പത്നിയെ അന്വേഷിച്ചിങ്ങനെ നടക്കുന്ന സമയത്ത് കൂട്ടുകാരായിട്ട് കുറേ കുരങ്ങന്മാരോ രാമന്റെ കൂട്ടുകാരൊക്കെ കുരങ്ങന്മാരാ, കൃഷ്ണന്റെ കൂട്ടുകാരൊക്കെ ഗോപന്മാര്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, നിങ്ങള് മരമാണ്, ആ മരത്തിന്റെ മുകളിലുള്ള വളരെ സ്വാദുള്ള പഴങ്ങളാണ് അവിടെ വെച്ചേക്കണ, പാലും വെണ്ണയും ഒക്കെ. അപ്പൊ ഈ കുരങ്ങന്മാരെ എന്ത് ചെയ്യും? കുരങ്ങന്മാര് മരത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറുന്ന് പറയലല്ല, അങ്ങോട്ട് ഓടി അങ്ങോട്ട് കയറുക മാത്രോ. മുകളിൽ കയറിയപ്പോ ആ ഗോപിക പറയാ, ഞാൻ നോക്കുമ്പോ ഈ കൃഷ്ണനുണ്ടല്ലോ പട്ടുകോണ അഴിച്ച് ആ മണിയുടെ നാവുമ്മേ അതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. എന്തിനാ? ശബ്ദമില്ലാതിരിക്കാൻ. അങ്ങനെ അടിയിലത്തെ പാത്രത്തിലെ പാലിന്റെ അടിയിലെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഓടക്കൊള്ളോണ്ട് ഒരു തട്ടങ്ങോട്ട് തട്ടി, അതോടുകൂടി പാല് താഴേക്ക് ഒഴുകി. അത് കൃഷ്ണന്റെ വായെന്ന് താഴെ ഇരിക്കുന്ന രാമന്റെ വായിലേക്ക്, രാമന്റെ വായെന്ന് ഗോപന്മാരോ ഓരോരുത്തരുടെയും വായിലേക്ക് അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ ആ പാത്രം തൻ്റെ ഓടക്കൊള്ളോണ്ട് ഒരു തട്ട് തട്ടി അത് പൊട്ടി തകർന്നു വീണു. കൃഷ്ണാവതാരത്തിന് നമ്മൾ ഉറിയടി മത്സരം ഇല്ലേ, ഇതൊക്കെ ഭഗവാൻ അന്നേ തുടങ്ങിയതാണ്, അതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഏതായാലും ആ ഗോപിക പറയാണ്, അത് കഴിഞ്ഞ് വെണ്ണ വാരി മുഖത്ത് മുഴുവൻ തേച്ച് ഞാനിതൊക്കെ കണ്ടെല്ലാം മറന്നും കൊണ്ടങ്ങനെ നിന്നു. പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ആരാ അവിടെ എന്ന് ചോദിക്കലല്ല, താഴെയുള്ള കുട്ടികൾ മുഴുവൻ ഓടിപ്പോയി. പിന്നെയോ അത് കഴിഞ്ഞപ്പോൾ യശോദാമ്മ ചോദിച്ചു, അപ്പൊ എൻ്റെ ഉണ്ണിക്ക് എന്ത് പറ്റി? നിന്റെ ഉണ്ണിക്ക് ഒന്നും പറ്റിയില്ല, നീ കണ്ണൻ എന്ന് വിളിക്കുന്ന ആ പെരുങ്കള്ളൻ ഞാൻ നോക്കുമ്പോൾ ഉറിയുമ തൂങ്ങി ഇങ്ങനെ കിടക്കുക. കൃഷ്ണ എന്താ അത്? എൻ്റെ വീടാണെന്ന് വിചാരിച്ച് തെറ്റി കയറിയതാണ്. എന്നിട്ടോ എന്തിനാ അതിൻ്റെ മുകളിൽ കയറിയത്? എൻ്റെ പശുക്കുട്ടിയെ കാണാനില്ല. വില്ലുമംഗലം സ്വാമിയാർ പറയാറുണ്ട്, പശുക്കുട്ടിയെ കാണാനില്ല അത്രേ. അതന്വേഷിച്ചിട്ടാണോ? അതന്വേഷിച്ചിട്ടാണ്. കുന്തം പോയാൽ കുടത്തിലും തപ്പണം എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. എന്നിട്ട് കിട്ടിയോ? കിട്ടിയില്ല. ഇനി എന്താ? എന്നെ ഇറക്കിക്കോളൂ. ഞാൻ ഇറക്കി നിന്റെ അടുത്തേക്ക് പിടിച്ചു കൊണ്ടുവരണം എന്ന് വിചാരിച്ചതാണ് യശോദേ. നോക്കുമ്പോ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. ഇതുകൊണ്ടാ പറഞ്ഞത് പെരുങ്കള്ളനാണ്, ചോരാഗ്രഗണ്യൻ എന്ന് പറഞ്ഞത് വെറുതെ ഇല്ല. ദേഹത്ത് മുഴുവൻ വെണ്ണ തേച്ച് പിടിപ്പിച്ചേക്കുക. സാധാരണ കള്ളന്മാരൊക്കെ എണ്ണയാണ് തേക്കുക. ഈ കള്ളന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ കള്ളൻ വന്നു എന്നറിയാൻ ചിലപ്പോൾ ഒരു മയിൽപ്പീലി അവിടെ ഇട്ടിട്ട് പോവും, ചിലപ്പോൾ ഒരു പട്ടുകോണം ഇട്ടിട്ട് പോവും, അതല്ലെങ്കിൽ ചിലപ്പോൾ ആ കാലിക്കോല അവിടെ ഉപേക്ഷിച്ചിട്ട് പോവും, ചിലപ്പോൾ ഓടത്തണ്ട് അവിടെ ഉപേക്ഷിച്ചിട്ട് പോകും, ചിലപ്പോൾ ഒരു മഞ്ഞപ്പെട്ട് കിട്ടും. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തോ വലിയ സുകൃതമായിട്ട് അവർക്ക് കാണാൻ തോന്നി തുടങ്ങിയപ്പോൾ അവരതൊക്കെ എടുത്തു വെക്കും. കൃഷ്ണൻ ഇടയ്ക്ക് വന്ന് ചോദിക്കും, എൻ്റെ ഒരു ഓടക്കൊഴൽ കണ്ടുവോ? അവർ നുണ പറയും, കണ്ടില്ല എന്ന്. സാരമില്ല, വേറെ എടുക്കാം എന്ന് പറഞ്ഞ് പോയി ആ ഒരു ഈറ്റത്തണ്ട് മുറിച്ച് അതിന് ദ്വാരങ്ങളൊക്കെ ഉണ്ടാക്കി ഓടക്കൊഴൽ വിളിക്കുകയായി. നന്ദഗോപരാണ് ഇത് ആദ്യം കാണിച്ചു കൊടുത്തതെന്നാണ്, ഇങ്ങനെ ഓടക്കൊള്ളു വിളിക്കാം എന്നുള്ളത്. അങ്ങനെ ഓടക്കൊള്ളു വിളിക്കാന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അച്ഛൻ്റെ അടുത്ത് സംശയങ്ങളായി. അച്ഛാ എന്തിനാ ഈ ദ്വാരങ്ങളൊക്കെ? കൃഷ്ണൻ ചോദിക്കുക. നന്ദഗോപര് പറഞ്ഞു, അതുണ്ടെങ്കിലല്ലേ കൃഷ്ണ നല്ല ശബ്ദം ഉണ്ടാവുള്ളൂ. എന്നാ പിന്നെ എന്തിനാ അത് തുളച്ചത്? അടുത്ത ചോദ്യം. അത് അടച്ചു പിടിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ തുളച്ചത് എന്നാണ് കൃഷ്ണന്റെ ചോദ്യം. അപ്പോൾ പറയും, ഇതൊക്കെ അപൂർവമായിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഇതൊക്കെ വായിക്കാൻ പറ്റുള്ളൂ. വാണീദേവിയുടെ അനുഗ്രഹം വേണം കേട്ടോ. അതുകൊണ്ട് സരസ്വതി ദേവിയെ നല്ലോണം പ്രാർത്ഥിക്കണം. നന്ദഗോപരൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ സരസ്വതി ദേവിയെ പ്രാർത്ഥിച്ച് ആ വീണാവാദിനിയുടെ അനുഗ്രഹം കൊണ്ട് വേണുഗായകനായതുപോലെ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായിരിക്കുന്ന ഭഗവാൻ ഇപ്പോൾ മനോഹരമായിട്ട് ഓടക്കൊള്ളിങ്ങനെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഓടക്കൊള്ളി വിളിച്ചും കൊണ്ടേയിരിക്കുന്നു. ആ ഓടക്കൊള്ളിലൂടെ സകല ചരാചരങ്ങളെയും തന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് തുടങ്ങി. അതിനിടയിലാണ് യശോദാമ്മയുടെ അടുത്ത് രാമനടക്കമുള്ള ഗോപാലന്മാർ എന്ന് പറഞ്ഞത്, ഉണ്ണി മണ്ണ് തിന്നാത് എണ്ണം വരുന്നറിയില്ലേ ഉണ്ണി? നാഹം ഭക്ഷിതവാനം ബാ സർവേ മിഥ്യാഭിശംസിന. അമ്മേ,
ഞാൻ മണ്ണ് തിന്നിട്ടില്ല. അപ്പൊ ഏട്ടൻ പറയുന്നുണ്ടല്ലോ, വേണമെങ്കിൽ എൻ്റെ വായ തുറന്നു നോക്കിക്കോളൂ. എന്നാ തുറക്ക, ഞാൻ നോക്കട്ടെ. യശോദാമ്മ വായ തുറക്കാൻ പറഞ്ഞു. ഉണ്ണി താമരപ്പൂ വിടരുന്നത് പോലെ തൻ്റെ ആ മുഖാരവിന്ദം ഇങ്ങനെ തുറന്നിങ്ങനെ കാണിച്ചു കൊടുത്തു. അതിനകത്ത് സകല ചരാചരങ്ങളെയും കണ്ടു. യശോദാമ്മ മുമ്പ് കാണുമ്പോൾ ഒരൊറ്റ തരത്തിലേ കണ്ടുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കണ്ണാടി വെച്ചതുപോലെയാണ് കണ്ണൻ ആടുന്ന ഈ ലീല. കണ്ണാടിയല്ല, കണ്ണൻ ആടിയ ലീലയാണ് ഇത്. യശോദാമ്മയ്ക്ക് മനസ്സിലായില്ല. അവിടെ സകല ചരാചരങ്ങളും, അതിലൊരു അമ്പാടി, ആ അമ്പാടിയിൽ ഒരു യശോദ, ആ യശോദയുടെ മുമ്പിൽ ഒരു കൃഷ്ണൻ, ആ കൃഷ്ണന്റെ വായ്ക്കകത്തേക്ക് നോക്കിയപ്പോഴോ വീണ്ടും ഇത് തന്നെ. അങ്ങനെ എത്ര അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ നാഥനായ ഭഗവാൻ അമ്മയുടെ മുമ്പിൽ അഭിനയിച്ചിങ്ങനെ നിന്നു കുറച്ചു നേരം. യശോദാമ്മ കണ്ണങ്ങനെ അടച്ചപ്പോഴേക്കും ഉണ്ണി ഓടിച്ചെന്ന അമ്മയെ അമ്മിഞ്ഞ തരൂന്നും പറഞ്ഞ് ചേർത്ത് അമ്മയുടെ ചേർന്ന് അങ്ങോട്ട് നിന്നു. അമ്മയ്ക്കും സന്തോഷമായി. ഇങ്ങനെ ലീലകൾ ആടിക്കൊണ്ടിരിക്കും. ഇനി ഈ അമ്പാടിയിൽ നിന്ന്, ഈ ബൃഹദ്വനത്തിൽ നിന്ന് മാറി വൃന്ദാവനത്തിലേക്ക് പോകണം. അതിലുള്ള വഴി എന്താ? അതിലുള്ള വഴി 2 മരങ്ങളെ മറച്ചിടണം. ആ മരങ്ങളെ മറച്ചിട്ട് അതിൽ നിന്ന് ആ അമരന്മാരായ കുബേരപുത്രന്മാരെ അനുഗ്രഹിക്കണം. ഭഗവാന്റെ സങ്കല്പം. അതിന് ഒരാനക്കളി കളിക്കാൻ തീരുമാനിച്ചു. കാലത്ത് അമ്മ വിളിക്കും, ഉണരൂ ഗോപാല, ഉണരൂ യാദവ, ഉണരൂ നന്ദ ഗോപാത്മജ, ഉലകെല്ലാം ഉണർന്നല്ലോ കേശവ, ഉണരുക എൻ്റെ സുന്ദര. യശോദാമ്മ വിളിക്കുമ്പോൾ കുറച്ചു നേരം കട്ടിലുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. അപ്പോഴേക്കും ജനാലിൻ്റെ അവിടെയൊക്കെ പശുക്കുട്ടികളൊക്കെ വന്ന് വിളിക്കും. അവരുടെ വിളി എന്താ? കൃഷ്ണ വരൂ, പോവുക, കളിക്കാൻ പോവുക. പശുക്കുട്ടികളുണ്ട്, ഗോപന്മാരുണ്ട്, പൂച്ചക്കുട്ടികളുണ്ട്, കുരങ്ങന്മാരുണ്ട്. അവരൊക്കെ വന്ന് കൃഷ്ണനെ വിളിക്കുകയായി. കൃഷ്ണൻ അപ്പോഴും എണീക്കില്ല. അപ്പോഴാണ് ആ നറുനവനീതത്തിൻ്റെ ഗന്ധം അവിടെയൊക്കെ നിറയുന്നു. അമ്മയുടെ പാട്ട്, അമ്മയുടെ താളം, അതേപോലെ തൈര് കലക്കുന്നതിൻ്റെ ശബ്ദം വേഗം അങ്ങോട്ട് ചെന്നു. അങ്ങനെ ചെന്നിട്ടോ യശോദാമ്മയുടെ അടുത്തേക്ക് ചെന്ന് മെല്ലെ അമ്മയുടെ പുറത്ത് അങ്ങനെ കെട്ടി അങ്ങനെ പിടിച്ചു. അത് കഴിഞ്ഞ് അമ്മയുടെ 2 കവിളത്തും ഉമ്മ കൊടുത്തു. യശോദാമ്മയെ ഉണ്ണിയെ ഉമ്മ വെച്ചു. അത് കഴിഞ്ഞപ്പോൾ അമ്മയുടെ മടിയിലേക്ക് അത് കയറിയിരുന്നു. എന്നിട്ട് അമ്മയുടെ കഞ്ചുകം താൻ തന്നെ അങ്ങോട്ട് അഴിച്ചു. അത് കഴിഞ്ഞ് പാല് കുടിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പാല് കുടിക്കാൻ തുടങ്ങിയപ്പോഴോ യശോദാമ്മ ആ ഉണ്ണി പാല് കുടിക്കുന്നതിൻ്റെ ഒരു ആനന്ദം, അതോടൊപ്പം തന്നെ ഇതിങ്ങനെ കടയാനും തുടങ്ങി. ഇങ്ങനെ കടഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ പാല് കുടിച്ച് വായിലിങ്ങനെ നിറച്ചു വെച്ചേക്കാണ്. എന്നിട്ടോ അങ്ങനെ ആ വായിൽ നിറച്ച പാല് മുഴുവൻ കുറേശ്ശെ താഴത്തേക്ക് വരാൻ തുടങ്ങിയപ്പോൾ യശോദാമ്മ പെട്ടെന്ന് തൻ്റെ ചേല നനഞ്ഞത് കണ്ടപ്പോഴാണ് മനസ്സിലായത് അടുപ്പത്ത് പാല് വെച്ചിരിക്കുന്നു. അതെടുക്കട്ടെ എന്ന് വിചാരിച്ചു വേഗം ഉണ്ണി അവിടെ നിർത്തി അകത്തേക്ക് പോയതും ഉണ്ണിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. അല്ലെങ്കിൽ ദേഷ്യം വന്നതായിട്ട് നടിച്ചു. എന്നിട്ടോ അങ്ങനെ ആ യശോദാമ്മ അകത്തേക്ക് പോയ സമയത്ത് അവിടുന്ന് വലിയൊരു അമ്മിക്കുഴ എടുത്തുകൊണ്ടുവന്ന് ആ പാത്രത്തിൽ, തൈരിൻ്റെ പാത്രത്തിൽ കൊണ്ടുപോയിട്ടു. അത്രേ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ്. അതോടുകൂടി എന്തായി? തൈരു കലക്കുന്നോരമ്മ തൻ പിന്നിലായി കൈവല്യദായകൻ വന്നു കളിച്ചതും മൺകലം പൊട്ടിച്ചു ഓടിയൊളിച്ചതും മാതാവിൻ മുന്നിലായി പേടിച്ചു നിന്നതും. എന്നിട്ടോ അമ്മയൂരലിലായി ഉണ്ണിയെ കെട്ടിയതും ആനന്ദരൂപനോ കൂട്ടരോടൊന്നിച്ചു ആനയെ പോലവേ വേഷമണിഞ്ഞതും അന്നേരം രാമേട്ടൻ കണ്ടു ചിരിച്ചതും. ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ നമുക്കേ പുറത്തേക്ക് പോകണ്ടേ, അമ്മ ഏതായാലും കെട്ടിയിട്ടു, പാവം കുറേ ബുദ്ധിമുട്ടിയിട്ടോ അമ്മ എന്നെ കെട്ടിയിടാനേ. രാമേട്ടൻ കൃഷ്ണനെ നോക്കി ഒന്നും കളിച്ചു, എന്തിനാ അമ്മ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണത്? അതൊക്കെ ഒരു സൂത്രമാണ് ഏട്ടാ. എന്നിട്ടോ ഇപ്പോൾ ദാമോദരൻ എന്നാ എൻ്റെ പേര് ഏട്ടന് പറഞ്ഞു കൊടുക്കുക. ദാമം കൊണ്ടമ്മ പിടിച്ചു തളച്ചപ്പോൾ ഞാൻ ആരായി? ദാമോദരൻ.
എന്നിട്ട് പറയുകയാണ്, എങ്കിൽ ഈ ദാമോദരൻ ഇപ്പൊ ഒരു ആനയായിട്ട് മാറും. ഏട്ടനും കൂട്ടുകാരൊക്കെ ചോദിച്ചു, എന്നിട്ട് ഈ ആന എന്താ ചെയ്യുക? ഈ ആന തടി വലിക്കും. എവിടെയാ തടി? ഒരലാണ് തടി. ഏട്ടൻ പറഞ്ഞു, എന്നാ ഞാൻ വലിക്കാം കൃഷ്ണ. ഏട്ടനെ കണ്ടു കഴിഞ്ഞാൽ ഇരാവതം പോലെ ദേവേന്ദ്രന്റെ ആന. ദേവേന്ദ്രന് വേണമെങ്കിൽ മുകളിൽ കയറി ഇരിക്കാം. വെളുത്ത് ഞാനാണ് കറുത്ത് നല്ല ആന. അപ്പൊ അതുകൊണ്ട് ഞാൻ വലിക്കാം. ഏട്ടൻ പിന്നാലെ നടന്നാൽ മതി. എടത്താനെ, വലത്താനെ, മാധവനാനെ, ഗോപാലനാനെ, കൃഷ്ണനാനെ എന്നൊക്കെ പറയണം. ഓ ശരി, എന്നാ പുറത്തേക്ക് ഇറങ്ങല്ലേ? ഇറങ്ങാം. അപ്പോഴാണ് ഏട്ടൻ പതുക്കെ കൃഷ്ണന്റെ ചെവിയിൽ വന്ന് പറഞ്ഞു, കൃഷ്ണ ഇങ്ങനെയാണോ പുറത്തേക്ക് പോണത്? ഇങ്ങനെ പോയാൽ എന്താ ഏട്ടാ കുഴപ്പം? അതേ, നൂൽബന്ധമില്ല, അരയിലുണ്ട് പട്ടുപോകണം, അത്രേ ഉള്ളൂ. എവിടെയോ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരാളെ കാണാൻ പോവല്ലേ? ആ ഒരാളെ അല്ല ഏട്ടാ, രണ്ടാളെ കാണാൻ പോണത്. എന്നാ ഒന്നുകൂടി അണിഞ്ഞൊരുങ്ങി പോയാ പോരെ? എന്നാ ഏട്ടൻ വേഗം എന്നെ അണിയിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബലരാമേട്ടൻ വേഗം പട്ടുകോണൊക്കെ ഉടുപ്പിച്ചു. അവിടെ കിടന്നിരുന്ന ഒരു മഞ്ഞപ്പട്ട് ആ ഉണ്ണിക്കുടവയറിന്റെ മുകളില് വട്ടത്തിൽ അങ്ങനെ ചുറ്റി. പിന്നെ പീലിത്തിരുമുടി കുത്താൻ ഭാഗത്തിന് മുടി അത് വേണ്ട പോലെ ഒന്ന് കെട്ടിക്കൊടുത്തു. അത് കെട്ടാനുള്ള ചരട് അമ്മ എത്രയാ കൊണ്ടുവന്നിട്ടേക്കണെന്ന് വെച്ചാൽ നിശ്ചയില്ല. ഏതായാലും അതിനൊരു കഷ്ണം എടുത്ത് മുടിയൊക്കെ കെട്ടി. അമ്മ തല്ലാനായി കൊണ്ടുവന്ന ഒരു പീലിത്തണ്ടുണ്ട്, അതിന്ന് പീലി മാത്രം മുറിച്ചെടുത്ത് നെറുകയിൽ കുത്തി കൊടുത്തു. ഗോപിക്കുറിയില്ല, അതും കൂടി ആയാലേ പൂർണ്ണതയാവുള്ളൂ. അപ്പൊ പറഞ്ഞു, ഇനി ഗോപി അന്വേഷിച്ചു പോയാൽ ഏറ്റവും വലിയ ഗോപി ദേഷ്യപ്പെടും. അതുകൊണ്ട് എന്താ ചെയ്യുക? ദാ ഞാൻ ആ ഉരലിനകത്ത് കുറച്ച് വെണ്ണ വെച്ചിട്ടുണ്ട്, അതെടുക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ ആ വെണ്ണ കൊണ്ടുവന്ന് നെറ്റിയിലൊരു ഗോപി. ഏട്ടനൊന്നും വെണ്ണ കൊണ്ട് ഗോപി തൊട്ടാൽ കാണില്ല, കൃഷ്ണന് നല്ലോണം കാണുന്നതാണ്. അങ്ങനെ ഗോപി, വെണ്ണ കൊണ്ടൊരു ഗോപി നെറ്റിയില്, കൈകളില്, മാറത്ത്. അങ്ങനെ ആ ഗോപി സുന്ദരനായി മാറി മെല്ലെ പുറത്തേക്ക് കടന്നു. പുറത്തേക്ക് കടന്നപ്പോ കൃഷ്ണ ദേ ഇതിലേ വരൂ, ആന ഇതിലെ, എടത്താനെ. ഈ ആന ഇടത്തോട്ട് തിരിയണില്ല, ഈ ആന വലത്തോട്ടാ പോണത്. അങ്ങനെ വലത്തോട്ട് പോയി എടത്താനെ അവിടെ മരണ്ടാനെ. അതൊന്നും കുഴപ്പമില്ല എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കടന്നു. കൃഷ്ണ ഇങ്ങനെ കുറുമ്പ് കാണിക്കരുത്, ഈ ഒരല അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കടക്കില്ല. അതൊക്കെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം, എല്ലാവരും ഒന്ന് മാറി നിൽക്കൂ. ഏട്ടാ എല്ലാവരും മാറ്റി നിർത്തിക്കോളൂ. ഏട്ടൻ വേഗം എന്നാ മാറിക്കൂ, കൃഷ്ണൻ എന്തോ സൂത്രം കാണിക്കാൻ പോകുന്നുണ്ട്. എന്നാ അതിപ്പോ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. നോക്കലല്ല, ആ ഒരലൊന്നിങ്ങനെ വലിച്ചു. മരങ്ങൾ രണ്ട് ഭാഗത്തേക്കായി മറിഞ്ഞു വീണു. ഗോപാലന്മാരും മുഴുവൻ ഓടിപ്പോയി. യശോദാമ്മയുടെയും നന്ദഗോപരുടെ അടുത്ത് വിവരം പറയാൻ വേണ്ടി അവർ ഓടിപ്പോയി. ഉടനെ തന്നെ രണ്ടുപേര് ആ മരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നു. പണ്ട് മന്ദാകിനി നദിയിൽ മദാലസകളായ ആ സ്ത്രീകളോടുകൂടി മതിച്ച് മതോന്മത്തരായി കഴിഞ്ഞ രണ്ടുപേര്, കുബേരന്റെ മക്കള്, ധനം കൊണ്ട് അഹങ്കരിച്ചവര്. ഇപ്പോൾ അവരിൽ ധനത്തിന്റെ അഹങ്കാരമില്ല, മറിച്ച് മനം നിറയെ ആ അലങ്കാരസ്വരൂപനായിട്ടുള്ള ഭഗവാനായി മാറിയിരിക്കുന്നു. നിത്യമായ ഒരു തപസ് ആയിരുന്നു മരങ്ങളായി നിന്ന്. നാരദ മഹർഷിയാണ് ശപിച്ചത്. അങ്ങനെ അവര് രണ്ടുപേരും വന്ന്, നളകൂപരനും മണിഗ്രീവനും വന്ന് ഭഗവാനെ സ്തുതിച്ചു. അവർ പ്രാർത്ഥിക്കുകയാണ്, വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസുമനസ്തവ പാദയോർന്ന സ്മൃത്യാം ശിരസ്തവ നിവാസജഗൽ പ്രണാമോ ദൃഷ്ടിസതാം ദർശനേസ്തു ഭവത്തനൂനാം. കണ്ണുകൾ കൊണ്ടു നിൻ രൂപത്തെ കാണണം, കാതുകൾ കൊണ്ടു നിൻ കാവ്യങ്ങൾ കേൾക്കണം എന്നുള്ള രീതിയിൽ ഓരോ ഇന്ദ്രിയങ്ങളും ഭഗവത് സമർപ്പണമായി മാറണം എന്ന് പ്രാർത്ഥിക്കുന്ന നളഗോപരനും മണിഗ്രീവനും. അവരെ രണ്ടുപേരെയും അനുഗ്രഹിച്ച് അളകാപുരിയിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് ഭഗവാൻ അളകങ്ങളൊന്നിങ്ങനെ മാറ്റി നോക്കിയപ്പോ ഓടി വരുന്നു യശോദാമ്മയും നന്ദഗോപരും. ഏട്ടാ അവരെ കണ്ടില്ലല്ലോ ഇവര്? കണ്ടിട്ടില്ല. അല്ല, ഞാൻ ഈശ്വരനാണെന്ന് അറിഞ്ഞാലേ ഇനി ഇവർ പൂജ തുടങ്ങും, അതുകൊണ്ടാണ്. അപ്പോൾ അതൊന്നും ആയിട്ടില്ല. അപ്പോഴേക്കും വലിയ ദയനീയ ഭാവത്തിൽ അച്ഛാത്മ എന്നെ കെട്ടിയിട്ടു എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. നന്ദഗോപര് വേഗം വാരിയെടുത്തു, ആ ബന്ധത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഭക്തബന്ധുവായ ഭഗവാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. അപ്പോഴേക്ക് ഈ യശോദാമ്മയുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകണുണ്ട്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, എനിക്ക് അമ്മയും ഇഷ്ടമാണ്, അച്ഛനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ അമ്മയുടെ അടുത്തേക്ക് ചാടുന്നു. ആ യശോദാമ്മ ഉണ്ണിക്ക് അമ്മിഞ്ഞ പാല് കൊടുത്ത് ആ ഉണ്ണിയെ സന്തോഷിപ്പിച്ചു എന്ന്
പറയുകയാണ്. ശിശുബ്രഹ്മർഷി പറഞ്ഞു, ഇങ്ങനെ പല പല ദുർനിമിത്തങ്ങൾ ഇവിടെ കാണാൻ തുടങ്ങിയപ്പോൾ, പല രൂപത്തിൽ ദുർനിമിത്തങ്ങൾ വന്നപ്പോഴാണ് ഗോപന്മാർ പറഞ്ഞു, എങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒന്ന് മാറി താമസിക്കാം. ധന്യം വൃന്ദാവനം നവകാനനം, വൃന്ദാവനത്തിലേക്ക് പോവുക എന്ന് അവരിതാ തീർച്ചപ്പെടുത്തി എന്നാണ്. ഏതായാലും ആ വൃന്ദാവനത്തിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടാണ് പഴക്കച്ചവടക്കാരിക്ക്, സകല ആളുകൾക്കും അവരുടെ തപസ്സിൻ്റെ ഫലം കൊടുക്കുന്ന ഭഗവാൻ ഇവിടെ ഫലം വിൽക്കുന്ന, പഴം വിൽക്കുന്ന ഒരു പാവം മുത്തശ്ശിക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും കൊടുത്ത്, നോക്കൂ, ഒരു ഫലവും ആഗ്രഹിക്കാതെ വന്ന സുദാമാവിന് ഐശ്വര്യങ്ങൾ കൊടുത്തു. തനിക്ക് ഫലമൊന്നും വേണ്ട, ഫലമെല്ലാം ഭഗവാനാണ് എന്ന് സമർപ്പണം ചെയ്ത ആ പഴക്കച്ചവടക്കാരിക്കും തന്നെ ആശ്രയിച്ചാലുള്ള, തനിക്ക് സമർപ്പണം ചെയ്താലുള്ള ഫലത്തെ കാണിച്ചും കൊണ്ട് ആ സ്ത്രീയെയും ആ മുത്തശ്ശിയെയും ഭഗവാൻ അനുഗ്രഹിച്ചതായിട്ടുള്ള കഥ അതുകൂടി പറഞ്ഞിട്ടാണ് നമ്മൾ വൃന്ദാവന പ്രവേശം എന്നുള്ള രംഗത്തിലേക്ക് എത്തുന്നത്. ഒരു 10 മിനിറ്റ് വിശ്രമം, അത് കഴിഞ്ഞാൽ വീണ്ടും വൃന്ദാവനത്തിലെ കഥകൾ നമുക്ക് അനുസ്മരിക്കാം.